ചെമ്പരത്തിപ്പൂ വന്നിരിക്കുന്ന, അത് ഓണം ആയതുകൊണ്ടാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇത് ഡിസൈൻ എന്ന് എനിക്ക് തോന്നുന്നു. അവർക്കറിയാം, അവർക്ക് നമ്മുടെ ഓണം നമ്മളെക്കാട്ടി ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അതായത് ഇത്തവണ ബോംബെയിൽ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കൽക്കട്ടയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഓണം നമ്മളെക്കാട്ടി ഇമ്പോർട്ടൻസ് ആണ് അവർക്ക്. ഓണത്തിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നത്, നമ്മൾ പോലും അത്രയും ചിന്തിക്കാത്ത ഐറ്റംസ് ആണ് അവർ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഇപ്പം ഓണം സ്പെഷ്യൽ ഈ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ആ പഴയ ചെക്ക് വീണ്ടും നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ക്വാളിറ്റി മാറിയിട്ട് പഴയ ചെക്ക് ഇതാ വീണ്ടും നമുക്ക്, ഇത് ഇടയ്ക്ക് വന്നിട്ട് പോയതായിരുന്നു കുറേ, പക്ഷെ നല്ല രസമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ സാരീസ് ഉണ്ട്. ഇതിൻ്റെ തന്നെ 2-3 കളറുകൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2-3 കളറുകൾ ഇതാ ഈ ഒരു സാരിയുടെ തന്നെ കളറുകൾ കണ്ടോ. ഇതിൽ ഫുള്ള് ചെമ്പരത്തിപ്പൂ ഇങ്ങനെ വരുന്നുണ്ട്, അതാണ് ഭംഗി. അവർ നമ്മുടെ ഓണത്തിന് വേണ്ടി തയ്യാറാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി. എന്തായാലും ഓണത്തിന് നമ്മുടെ മെയിൻ ഉദ്ദേശം ഫോട്ടോഷൂട്ട് തന്നെ ആണല്ലോ ഓണത്തിന്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതിന് പറ്റിയ കുറേ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരാൻ പിന്നെ പാട്ട് അയ്യോ ഓർത്തില്ല, കോപ്പറേറ്റ് ഷുടാ. അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ. യു ആർ വെൽക്കം, താങ്ക് യു, സന്തോഷം മാം. കട്ട് ചെയ്തിട്ട് പോണോ? വരും, പിന്നെ വരത്തില്ലയോ? അങ്ങനെയുള്ള പാട്ടാണോ അത്? അല്ല, കോപ്പറേറ്റിലുള്ള പാട്ടായിരുന്നു. നോക്കിയേ, ഓണം സ്പെഷ്യൽ സാരി. അതേ കണ്ടോ, ഓണം സ്പെഷ്യൽ ആണ്. അതൊരു ചെമ്പരത്തിപ്പൂവിന് ഓണത്തിന് കുറച്ച് പ്രാധാന്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കില്ലെങ്കിലും അവർക്കുണ്ട്. അല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻസും നമ്മുടെ ഓണത്തിന് വേണ്ടി ഒരുപാട് ഐറ്റംസാണ് അവർ തയ്യാറാക്കുന്നത്. എല്ലാ വീവേഴ്സും, എല്ലാ കമ്പനിക്കാരും ഷർട്ട് റെഡിമെയ്ഡ് ഉണ്ടാക്കുന്ന എല്ലാവരും ഓണത്തിൻ്റെ കളക്ഷൻ പറഞ്ഞുകൊണ്ട് കാണിക്കുക. ചിലരുടെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം നമ്മളത് പണ്ടൊക്കെ ചെയ്ത് മടുത്ത സെറ്റിൻ്റെ സാധാരണ ചുരിദാറുകൾ ഒക്കെ അവർ വീണ്ടും അതിൻ്റെ പല പാറ്റേണിലൊക്കെ ഒരുക്കി നമുക്കായിട്ട് കൊണ്ടുതരികയാണ്. നമ്മുടെ ഓണത്തിന് നമ്മളെക്കാട്ടി അവർക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ. അതായത് കണ്ടോ, ഇതെങ്ങനെയുണ്ട് സാരി? ഇത് നല്ല വീതിയുള്ള ബോർഡർ, ഒരു സൈഡിൽ വന്നിട്ട് ഈ ചെമ്പരത്തിപ്പൂ എങ്ങനെയുണ്ട്? നല്ല ജെറിയുടെ ചെമ്പരത്തിപ്പൂ, നല്ല ചെമ്പരത്തിപ്പൂ ആണോ? പറയുമോ? ഹായ്, ഓണം സ്പെഷ്യൽ. വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ ആണോ? കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ലൈറ്റിംഗ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവരും വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ലാത്തൊരു കളക്ഷനാണ്. ഇതുമുണ്ട്, ഇതിലുമുണ്ട്. ഇതിൻ്റെ കളറുകളുണ്ട് വേറെ. ഞാൻ 1-2 കളറുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. കണ്ടോ, ഇതാ അടിപൊളി മൽക്കോട്ടൺ ആയതുകൊണ്ട് ഇതിങ്ങനെ വലിച്ചു വാരി ഉടുത്താലും മതി. ഉടുക്കാൻ അറിയാത്തവർക്കും ഉടുക്കാൻ പറ്റിയൊരു സാരിയാണ് മൽക്കോട്ടൺ. കാരണം എത്ര അറിയാവുന്നവർ ഉടുത്താലും ഇതൊരുമാതിരി വലിച്ചു വാരി ഉടുക്കുന്ന പോലെ ഇരിക്കും, പക്ഷേ കാണാൻ ഭയങ്കര ലുക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മൽക്കോട്ടൺ അറിയാൻ വയ്യാത്തവർക്ക് അത്യാവശ്യം ഉടുക്കാം കേട്ടോ. കണ്ടോ, നല്ല മൽക്കോട്ടനാണ്. നല്ല 120 കൗണ്ടുള്ള പ്യൂർ മൽക്കോട്ടനാണ് കേട്ടോ. വീഡിയോ ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. പട്ട് സാരിയിൽ ഡാർക്ക് വയലറ്റ് ഉണ്ടോ? കാണുമ്പോൾ പട്ട് സാരിയിൽ ഡാർക്ക് വയലറ്റ് കാണുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ടാവും. ഡാർക്ക് വയലറ്റ് എപ്പോഴും നമുക്ക് മൂവിങ് ഉള്ളൊരു കളറല്ലേ. കണ്ടോ, ഇത് കണ്ടോ, അടിപൊളിയാണല്ലോ. എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? എല്ലാവരും ലൈക്ക് ചെയ്യാമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കും. ഒത്തിരി ഐറ്റംസ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി. സെറ്റ് സാരിലെ കുറേ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. 83 പേര് കാണുന്നുണ്ട്, പക്ഷേ 8 പേര് ലൈക്ക് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാർ വരാമെങ്കിൽ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയുടെ കാണിച്ചു. കണ്ടോ, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ആരും ലൈക്ക് ചെയ്യുന്നില്ല? ഷീല ചെങ്കൽപ്പെട്ട്, താങ്ക് യു. ഡാർക്ക് വയലറ്റ് കളർ സാരി കാണിക്കാമോ മാം? ഇപ്പം കാണിക്കുന്നില്ല മാം. ഇപ്പം ഇനി അത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് തപ്പിയെടുത്തോണ്ട് വരണ്ടായോ? സിൽക്ക് സാരി സ്റ്റാഫുകളൊക്കെ പോയൊരു സമയമാണ്. നോക്കാം ഞാൻ അവസാനത്തേക്ക്. ഡാർക്ക് വയലറ്റ് മേഘേഷ് ഫ്രീ ആയി കഴിഞ്ഞ് മേഘേഷിനോട് പറഞ്ഞു നോക്കാം. ഡാർക്ക് വയലറ്റ് പട്ടുസാരി എന്ന് പറയുമ്പോൾ ഏത് റേഞ്ച് പട്ടുസാരിയാണ് മാം? പ്യുവർ ആണോ, മിക്സ് ആണോ, അതോ സാധാരണ സെമി സിൽക്ക് ആണോ, കാഞ്ചീപുരം ആണോ എന്ന് പറയാമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സാരി കണ്ടല്ലോ, നല്ല രസമാണ്. ഇത് വരുന്നത് അതിൻ്റെ ഇങ്ങനെയാണേ, ഒരു ഇങ്ങനെ ഇത്രയും നല്ല വീതിയുള്ള ബോർഡർ ഒരു സൈഡ് വന്നിട്ട്, എല്ലാം ഫോട്ടോഷൂട്ട് ഉദ്ദേശമുള്ളതാണല്ലോ. ഇത് കണ്ടോ, ഇവിടെ ചെറിയ ബോർഡറൊക്കെ വന്നിട്ട് ബ്ലൗസും ഉണ്ട് ഇതിന് തന്നെ. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൗസ് അത് ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലതൊരു ഓറഞ്ച് കളർ ബ്ലൗസ് എടുക്കുന്നത് തന്നെ ആയിരിക്കും അല്ലേ? എന്തായാലും ഞാൻ നൂത്ത് കാണിച്ചത്, എന്തായാലും ഇത്രയായി നൂത്ത് കാണിച്ചുള്ള കാര്യമുള്ളൂ. ഇതിൻ്റെ ഇത് തമ്മിൽ കയറി കുരുങ്ങി കേട്ടോ. ഷോ അഞ്ജലി, ഇത് കുരുങ്ങി അഞ്ജലി, ഇത് കുരുങ്ങി അഞ്ജലി. ഇത് ഒന്ന് അഴിച്ച മക്കളെ. ഇതിന് അടുത്ത കളർ കാണിച്ചിരുന്നാ. അഞ്ജലിക്ക് കുറേ ജോലിയുണ്ട്, അതുകൊണ്ട് കണ്ടോ നല്ല രസമുള്ളൊരു കളറാണേ. നല്ല സൂപ്പറല്ലേ?
എത്ര ചെമ്പരത്തിപ്പൂ, അത് ചെമ്പരത്തിപ്പൂ നല്ല ഫിനിഷിംഗ് ആണ്. നമ്മുടെ തമിഴ്നാട് വരുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഈ ജെറിക്ക് ഫിനിഷിങ് വരുന്നത് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് വരുന്ന ജെറിയാണ് കേട്ടോ. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നതാണ്. റേറ്റ് ഒരു 2000 അകത്തുള്ള ഡാർക്ക് വെൽറ്റ് കളർ പട്ട് സാരി. 2000-നകത്ത് പട്ടല്ല മാം, സെമി സിൽക്ക് എന്ന് പറയും. പട്ട് സാരി വരുമ്പോൾ 9000-8000 രൂപ വരും. പട്ട് പോലത്തെ സെമി സിൽക്ക് സാരി. അത് നോക്കാം മാം. വി വിൽ ബി കമ്മിങ് ഇൻ ആഗസ്റ്റ്. നീല വേണമായിരുന്നോ, അതിൻ്റെ ആ കളർ വേണമായിരുന്നോ? അത് കാണിച്ചായിരുന്നോ? ടിഷ്യൂ കണ്ടായിരുന്നോ? ടിഷ്യൂ കാണിച്ചായിരുന്നോ? ഓണ സ്പെഷ്യൽ. ഓക്കെ. അമ്മയ്ക്കാണ് ഇത് കൊള്ളാമോ? ലാസ്റ്റ് ചെയ്യുമോ? എത്ര വയസ്സുള്ള അമ്മയാ? അത് സൂക്ഷിച്ചില്ല പനല ഇപ്പം കേട്ടോ, ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലത്. ഫാൻസി കൊടുക്കുന്ന ആളാ. എന്നാൽ ഇത് വേണോ? ഈ ഐറ്റം പുതിയ ഐറ്റം, എങ്ങും വരാത്ത ഐറ്റം. മൽക്കോട്ടനാ, അടിപൊളി മൽക്കോട്ടനാണേ, നല്ല രസമുണ്ട്. അപ്പോൾ പുതിയ ഐറ്റം ഞാനിവിടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ കാണിച്ചത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. റേറ്റ് ഒരു 2000. വി വിൽ ബി കമ്മിങ് ഇൻ ആഗസ്റ്റ്. താങ്ക് യു മാം. ഹൗ മച്ച് ഈസ് ദിസ്? ഇതിൻ്റെ പ്രൈസ് സ്പെഷ്യൽ പ്രൈസ് ആണ് 998 രൂപ മാത്രമേ ഉള്ളൂ. 999 ആണ്. നോക്കെ, ഈ നമ്മുടെ ചിത്രശലഭത്തിൻ്റെ എണ്ണം മാത്രം നോക്കി കഴിഞ്ഞാൽ എത്ര രൂപ വില വരും? ശരിക്കും ഒരു സ്പെഷ്യൽ പ്രൈസ്. റിഡക്ഷൻ സെയിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു കസ്റ്റമറോട് വന്നിട്ട് അവിടെ ഇത്രയുള്ള വില, ഇവിടെ ഇത്രയുള്ള വില എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അത്രയും കുറച്ച് വിൽക്കുന്നവരല്ല, ഭയങ്കര വിലയ്ക്ക് വിൽക്കുന്നൊരു ഷോപ്പാണ്. പിന്നാണ് അറിഞ്ഞത് അവിടെ ഇന്ന് മുതൽ റിഡക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ്റെ വിലയാണ് ഈ പറയുന്നത്. റിഡക്ഷൻ സെയിൽ നടത്തുമ്പോൾ ഞങ്ങളും തരാം. ഞങ്ങൾക്ക് റിഡക്ഷൻ സെയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ പ്രൈസ് തരാൻ പറ്റും. പക്ഷേ ആ സ്പെഷ്യൽ പ്രൈസിൽ നമ്മുടെ പ്രൈസ് തമ്മിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. റിഡക്ഷൻ ആയിട്ട് കൂടി അവരുടെ പ്രൈസും നമ്മുടെ പ്രൈസ് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിഡക്ഷൻ ഒന്നുമല്ല, ഫ്രഷ് ആയിട്ട് വിൽക്കുന്ന ഐറ്റംസ് ആണ്. ലൈക്ക് 20. ബിജുമോളെ, ഹലോ ബിജുമോളെ. ആ ലൈവാ ബിജുമോളെ, ലൈവാ. എന്തുമായിരുന്നു? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? പിന്നെ വിളിക്കാം. കണ്ടോ? അപ്പോൾ ഇത് നല്ല പ്രീമിയം ഐറ്റം ആണ്, സൂപ്പർ ഐറ്റം, ഒന്നും പറയാനില്ല. 998 രൂപ മാത്രമേ ഉള്ളൂ. അടിപൊളി. ഇത്രയും ചിത്രശലഭത്തിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു മോനെ? അല്ല സോറി, ചിത്രശലഭമല്ല, ചെമ്പരത്തിപ്പൂവിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു? ഇബിസ്കസ്. എങ്ങനെയാ ഒന്ന് പറഞ്ഞേ, എനിക്ക് മറന്നു പോകുന്നൊരു. ഇബിസ്കസ് ആണ് കേട്ടോ. ഇബിസ്കസ് ആണ്. കണ്ടോ? ഇബിസ്കസ് കണ്ടോ? കറക്റ്റ് ഇബിസ്കസാ അല്ലേ? നല്ല കറക്റ്റ് ഇബിസ്കസ് അല്ലേ? നോക്കിയേ, ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ബിസ്കസാണ് കേട്ടോ. അവർക്ക് ചെമ്പരത്തിയൊക്കെ ഉണ്ടോ വെസ്റ്റ് ബംഗാളിൽ? അല്ല, അവർ നമ്മുടെ കോപ്പി അടിച്ചിട്ട് പോയിരിക്കില്ല, അവിടെ ചെമ്പരത്തി കാണുമായിരിക്കും വെസ്റ്റ് ബംഗാളിൽ അല്ലേ? അവരെങ്ങനെ കറക്റ്റ് ബിസ്കസ് ആണ് കേട്ടോ. നോക്ക്, പല്ലൂരും ഉണ്ട് കേട്ടോ, പല്ലൂര് ബിസ്കസ് ഉണ്ട്. പക്ഷേ ഈ കളറിനകത്തായുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? 900 രൂപ ഉള്ളൂ. നല്ല മൽക്കോട്ടനാണ്, നല്ല ക്വാളിറ്റി ഉള്ള 120 കൗണ്ട് മൽക്കോട്ടനാണ് കേട്ടോ. 300 പീപ്പിൾ വാച്ചിങ് ബട്ട് ഓൺലി 21 ലൈക്ക്. പ്ലീസ് ലൈക്ക് ദി വീഡിയോ വെൻ യു ആർ വാച്ചിങ്. അതെ, നമ്മുടെ വീഡിയോ ബ്രദർ സൂപ്പർ കളക്ഷൻ ഇനി അങ്ങോട്ടും കാണിക്കാൻ പോവാണ്. കൂടുതൽ കാണിക്കാമെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. നമ്മളങ്ങനെയാണല്ലേ, നമ്മൾ ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഗാനമേളയ്ക്കൊക്കെ പറയുന്ന പോലെ സംഭാവന കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവെന്ന് പറഞ്ഞ പോലെ ലൈക്ക് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഐറ്റംസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം 990 ഫസ്റ്റ് കളർ കണ്ടല്ലോ. സെക്കൻഡ് കളർ കാണിച്ചു തരാം. മോനെ കളർ കാണിച്ചോ. ഇതാ സെക്കൻഡ് കളറുമായിട്ട് റെമോ ഫ്രം മുംബൈ. അല്ല, റീച്ച് ആയിരുന്നല്ലോ, മുംബൈയില്ല. റെമോദാ എത്തുന്നു. സെക്കൻഡ് കളറുമായിട്ട് റെമോദാ. നോക്കിയേ, ബ്ലാക്ക്. എൻ്റെ യെല്ലോയ്ക്ക് അകത്താണ്ട് ബ്ലാക്ക് കാണാത്ത കേട്ടോ. നല്ല രസമാണ്, നല്ല ബ്ലാക്കാണ്. പക്ഷേ യെല്ലോ ടീഷർട്ടിൻ്റെ പുറത്തായതുകൊണ്ട് ബ്ലാക്ക് ഒന്നും മടക്കണ്ടോ. ഇനി മടക്കി കാണിക്കുമ്പോൾ നല്ല ബ്ലാക്കാണ്, കുഴപ്പമില്ല. വിലയാണ് സൂപ്പർബ്. കണ്ടോ? അടിപൊളിയല്ലേ? നല്ല രസമല്ലേ കാണാൻ? എങ്ങനെയുണ്ട്? പൊളിയാണോ? പൊളിയല്ലേ? കണ്ടോ? സൂപ്പർ, ഒന്നും പറയാനില്ല. കണ്ടോ? അടിപൊളി. 998 രൂപ മാത്രമേ ഉള്ളൂ. സൂപ്പർ സാരീസ്, നല്ല സാരീസ്, കൂൾ. താങ്ക് യു. കൂടുതൽ ഐറ്റംസ് കാണിക്കണമെങ്കിൽ കൂടുതൽ ലൈക്കും ഷെയറും ഒക്കെ വേണ്ടി വരും. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തണം. കണ്ടോ? അപ്പം ഇതിൻ്റെ വില 998 രൂപ. മോനെ ഈ സാരി അങ്ങോട്ടിട്ട് കൊടുത്തോ, അങ്ങോട്ടിട്ട് കാണിച്ചോ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആ ചെക്ക് സാരി ഇല്ലേ, ചെക്ക് സാരിയുടെ ഒരു പുതിയ രീതിയിൽ ആ ചെക്ക് സാരി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല മൽക്കോട്ടനാണ്, വിലയുണ്ട് കേട്ടോ. നല്ല മൽക്കോട്ടനിലാണ്, നല്ല സോഫ്റ്റ് മൽക്കോട്ടനിൽ 120 കൗണ്ട്, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എന്തായാലും ഓണത്തിന് എല്ലാം സെറ്റ് സാരി ആക്കാൻ പോകണ്ട. എന്തായാലും ഒരു 2-3 ഡ്രസ്സേലും നമുക്ക് ഫേസ്ബുക്കിലിടാൻ വേണം, ഇൻസ്റ്റാഗ്രാമിലിടാൻ വേണം, യൂട്യൂബിലിടാൻ വേണം, പിന്നെ നമുക്ക് എല്ലാവരെയും കാണിക്കുകയും വേണം. അപ്പോൾ പല വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ? എല്ലാം ഒരേ ടൈപ്പ് ആവുന്നതിനെക്കാട്ടും നല്ലതല്ലേ പല വെറൈറ്റി ആവുന്നത്. അപ്പോൾ ഇതും ഒരൈറ്റം 998 രൂപ. നല്ല സോഫ്റ്റ് ഒറിജിനൽ മൽക്കോട്ടനാണ് കേട്ടോ. ഇത് 500 റേഞ്ചിലൊക്കെ ഐറ്റം ഇടയ്ക്ക് നമുക്ക് വന്നിരുന്നു. ആ ക്വാളിറ്റി അല്ല, അത് കുറച്ച് ഹാർഡ്. നമ്മൾ മുമ്പേ കാണിച്ചല്ലോ. ഇതുപോലാണ് ആ തുണി ഇതായിരുന്നു, ഈ ടൈപ്പായിരുന്നു. അതല്ല ക്ലോത്ത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ മൽക്കോട്ടനാണ്. 998 വരും. ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ നെയ്തെടുക്കുമെന്ന് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ ഇതെങ്ങനെയായിരിക്കും നെയ്തെടുക്കുന്നത് നമുക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടുത്ത് വരുമ്പം ഭയങ്കര രസമായിരിക്കും. സാരി എന്ന് പറയുമ്പോൾ ഒരിക്കലും കാണുന്ന പോലല്ല, ലൈൻസ് ഒക്കെ ഉടുത്ത് വരുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ ബിസ്കസ് ഓർ
ഷൂ ഫ്ലവർ. ഓക്കെ ഓക്കെ. അന്ന് നമ്മൾ പ്രാവശ്യം ഇതുപോലെ ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, ഞാൻ മറന്നുപോയി, പഴയതുപോലെ ഓർമ്മശക്തി ഇല്ല കേട്ടോ. കണ്ടോ, ഇത് അടിപൊളിയാണ്. ബ്ലാക്കിൽ തന്നെ 2-3 ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ റേഞ്ച് നമുക്കുണ്ട്. 589 ഐറ്റം ഉണ്ട്, ഈ റേഞ്ചും ഉണ്ട്. മോനെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കൂടെ എടുത്തേ. സെയിം ആണോ? അല്ല, ഇതിൻ്റെ നമ്മുടെ ആ ഒരു ചെക്കാണോ അത്? അല്ല, പല്ലുവിലല്ല ചെക്ക് വരുന്നു, അത് മൊത്തം അങ്ങനെയാണ്. നോക്കിയേ, ഇതിൻ്റെ പല്ലു അല്ല മക്കളെ, ഇതിൻ്റെ പല്ലു അല്ലല്ല, ഇതും ചെക്ക അതാണ്ട് ചെക്ക കേട്ടോ. ചെക്ക പല്ലു ചെക്ക് വരും കേട്ടോ. അടുത്ത ഷെയ്ഡ് സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യത്തില്ല, ഇതുകൊണ്ട് നിർത്തുവാണ് പരിപാടി. ഞങ്ങളിങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് വാചകമൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അടുത്ത ഷെയ്ഡ് ചെറിയ വ്യത്യാസമുണ്ട്, ആ ഒരു ഇതിന് വ്യത്യാസമുണ്ട്. പ്രൈസ് 989 രൂപ കണ്ടോ. നല്ല ക്വാളിറ്റിയാണ്, സൂപ്പർ വൈറ്റാണ്. ദി കളർ ഓഫ് ദി റെയിൻബോ, അതേ കണ്ടോ, അടിപൊളി. നോക്കിക്കേ, സൂപ്പർ. ഇതൊക്കെ ഉടുത്ത് നമ്മൾ ഫോട്ടോഷൂട്ടിന് ഔട്ട്ഡോർ ഒന്ന് പോയാൽ എൻ്റെ സാറേ നിങ്ങളായിരിക്കും താരം. ഫേസ്ബുക്ക് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കൊണ്ട് നിറഞ്ഞിരിക്കും, ഉറപ്പാണ് കേട്ടോ. കണ്ടോ, 989. ഇത് 589 ഉള്ളൂ. ഈ ചെക്ക് 589 ഉള്ളൂ. ഇത് 989 വരും. ആ വെള്ളച്ചെക്ക് എടുത്ത മക്കളെ, അത് ഈ വെള്ളച്ചെക്ക് ഇതും 589 ഉള്ളൂ കേട്ടോ. ഇത് 589 ഉള്ളൂ. മറ്റേത് ഇത് ഖാദി കോട്ടനാണ്, മൽക്കോട്ടനിൽ തന്നെ വരുന്ന കുറച്ച് കട്ടികൾ. ഇത് പക്ഷേ അങ്ങനെയല്ല, ഭയങ്കര ഊതിയാ പറക്കുന്ന, ഭയങ്കര ഭാരം കുറഞ്ഞ് ഉടുത്താൽ നമ്മൾ ഉടുത്തിട്ടുണ്ടെന്ന് അറിയാത്ത, നമ്മുടെ ശരീരവുമായിട്ട് അത്രയ്ക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് കിടക്കുന്ന. സന്തോഷം, എനിക്ക് ചായ വേണം എന്ന് നിങ്ങൾ വിചാരിക്കും. തുടങ്ങുന്ന സമയത്തെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്വരം ഇതായി പോകും. അതുകൊണ്ടാണ് ചായ ചോദിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ചായ മെഷീൻകാർ, നെസ്കഫേക്കാർ ഓർഡർ എടുത്തുകൊണ്ട് പോയിട്ട് കുറേ മാസങ്ങളായി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നെസ്കഫേക്കെതിരെ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് പറയണം. കാരണം കുറേ നാളായി നമ്മളൊരു കോഫി മെഷീന് ഓർഡർ കൊടുത്തിട്ട് നെസ്കഫയുടെ ഇതുവരെ വന്നില്ല. കണ്ടോ, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? കളർ ചാർട്ട് സെയിം ആണോ മോനെ? കളർ ചാർട്ട് സെയിം ആണ്. ഇത് രണ്ട് സെയിം ആണോ? മഴയാണോടാ? ആണോ, മഴയാണ്. എൻ്റെ വണ്ടിയുടെ പുറകിലുണ്ട് കൂടാ. ഇവിടെ കൂടെ ഉണ്ടോ? കണ്ടോ, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? കുഞ്ചലം വ്യത്യാസമുണ്ട്, കുഞ്ചലത്തിന് വ്യത്യാസമുണ്ട്. കണ്ടോ. അപ്പം ഇതിന് 589, ഇതിന് 989, ഇതിനും 989. സൂപ്പറാണ്. എല്ലാ റേഞ്ചിലും ഉള്ള ഐറ്റം. 589 ഉള്ളൂ ഇത്. ഇതിൻ്റെ ഡാർക്കും ലൈറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് 989. അതിൻ്റെ ഒരു കളർ ഷെയ്ഡ്. 589 വേറെ കളർ ഷെയ്ഡ്. ഇനിയും ഇതാ മോനെ, ഇതൊന്ന് കാണിച്ചു, മറ്റേ വൈറ്റ്. ഇതാ 999 ഒരു അടിപൊളി വൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഒട്ടി പൊളിയാണ്. കണ്ടോ, ഇതൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്താൽ എന്താ പിള്ളേരെ നിങ്ങൾ ലൈക്ക്. മൽക്കോട്ടൺ, ഭദ്രം, മൽക്കോട്ടൺ ബന്ധാരമുണ്ടല്ലോ. നല്ലതാന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല. മൽക്കോട്ടൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് മാം. 589 മുതലുണ്ട്. ഉടുക്കാൻ ഭയങ്കര സുഖമാണ്. മൽക്കോട്ടൺ പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ചേട്ടാ ജോബ് വേക്കൻസി ഉണ്ടല്ലോ. നമ്മുടെ എറണാകുളം ഷോപ്പിൽ ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ. തിരുവല്ല ഷോപ്പിൽ ഡ്രൈവർ വേക്കൻസി ഉണ്ട്. ഡ്രൈവർ കം സെയിൽസ്മാൻ തിരുവല്ല ഷോപ്പിൽ വേക്കൻസി ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള, നല്ല അടക്കവും ഒതുക്കമുള്ള ആൺകുട്ടികൾ, പെൺകുട്ടികളായാലും കുഴപ്പമില്ല. ഡ്രൈവറായിട്ട് പെൺകുട്ടികളുണ്ടെങ്കിലും നമുക്ക് തിരുവല്ല ഷോപ്പിൽ എടുക്കാം. പെൺകുട്ടികൾ ഡ്രൈവറായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തിരുവല്ല ഷോപ്പിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആണ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്ന പെൺകുട്ടികളുണ്ടെങ്കിലും തിരുവല്ല ഷോപ്പിൽ നമുക്ക് നല്ല സാലറിയിൽ ജോലി കിട്ടും. ഷോപ്പിലൂടെ നിൽക്കണം. അല്ലാതെ ഡ്രൈവിംഗ് അറിയാവുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ, നല്ലതായിട്ട് എക്സ്പെർട്ട് ഡ്രൈവേഴ്സ് ആണെങ്കിൽ തിരുവല്ല ഷോപ്പിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഓടിക്കാൻ ഒരുപാടില്ല. ഞങ്ങളുടെ വണ്ടികളെല്ലാം ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓടിക്കുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് തിരുവല്ല ഷോപ്പിലേക്ക് ലേഡീസ് ഡ്രൈവറെ ആവശ്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എറണാകുളം ഷോപ്പിലേക്ക് ലേഡീസ് ഡ്രൈവറെ വേണ്ട. എറണാകുളം ഷോപ്പിലേക്ക് ഡ്രൈവർ വേണ്ട. ഇവിടെ ഇഷ്ടമുള്ള ഡ്രൈവർമാരുണ്ട്. ഡ്രൈവർമാരല്ല, ഞങ്ങളെല്ലാം ഡ്രൈവർമാരാണ്. പിന്നെ ഡ്രൈവർമാർ ആവശ്യമില്ല. ഇതിന് 589, ഇതിന് 989, ഇതിന് 989, ഇതിന് 589. കുറച്ചുകൂടെ ആൾ വരട്ടെന്ന് വിചാരിച്ചാൽ ഞാൻ കാണിക്കാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്. ആൾ വരട്ടെ, കുറച്ചുകൂടെ ആൾ വരട്ടെ. ആൾ വരും. ഒരു 20 മിനിറ്റൊക്കെ ആയിട്ട് ആൾ വരത്തുള്ളൂ. കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ മോനെ ഒരെണ്ണം, ഇതൊരു കാര്യം ചെയ്യാമോ? ഒരു ഹാങ്ങറിൽ എടുത്തിട്ടേ എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ തൂക്കിയിട്ടാൽ നമുക്കിങ്ങനെ. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ അല്ല, ഇത് മതി. ചെക്ക് കാണുമ്പോൾ പറയാൻ പറ്റും. ഇങ്ങനെ ഒരെണ്ണം ഇട്ടാൽ മതി. ഒരെണ്ണം ഒരു ഹാങ്ങറിൽ ഇട്ടോ. അതൊരെണ്ണം ഇതൊരെണ്ണം ഇടേ കേട്ടോ. അപ്പം വേറെ കുറേ അടിപൊളിയുണ്ട്. ഫോട്ടോ എഡിറ്റ് വാട്സപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോ എഡിറ്റ് വാട്സപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഫോട്ടോ എഡിറ്റ് വാട്സപ്പ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല. നമുക്കിവിടെ എഡിറ്റിംഗ് ഒക്കെ ഉള്ള ആൾ, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരാളെ ആവശ്യമുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. കണ്ടോ, ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. കണ്ടോ, അടിപൊളിയാണ്. ഇനിയും കാണിക്കാൻ പോകുന്ന വേറൊരു അടിപൊളി സാരി ആയിരിക്കും. ഇത് കണ്ടു. ഇനിയും നമ്മൾ ആദ്യം കാണിച്ച സാരി കണ്ടല്ലോ, അടിപൊളിയായിരുന്നു. വേറൊരു അടിപൊളി സാരി ഇനി കാണിക്കാം. അപ്പോൾ ഇന്ന് കുറേ സാരി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടോ. അത് കഴിഞ്ഞ് വേറൊരു മൽക്കോട്ടണിൽ ഇതാ കണ്ടോ, ഒരു മൽക്കോട്ടണിൽ സൂപ്പർ വൈറ്റ് ആണേ.
കണ്ടോ, നല്ല പ്യുവറാണിത്, നല്ല രസമാണിത് കാണാൻ. ബോർഡറൊക്കെ ആയിട്ട് അടിപൊളി, നല്ല നല്ല ഭംഗിയുള്ള. ഇതും കുറേ ഫോട്ടോഷൂട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ റഫായിട്ട് എടുക്കാം. 2 ഗംഗാ ജമുന ബോർഡറാണ്, ഒരു സൈഡ് റെഡും ഒരു സൈഡ് യെല്ലോയും ആണ്. നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം, നല്ല പ്യുവർ മൽക്കോട്ടനാണ് കേട്ടോ. കണ്ടോ, സൂപ്പർബ്, കൊള്ളാമോ? ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യണമെന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും കേട്ടോ. വാട്ട് ഈസ് ദ റേറ്റ് ഇൻ ദാറ്റ് ഹാൻഡ്? എല്ലാത്തിൻ്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വില പറഞ്ഞാൽ തെറ്റിപ്പോവും. എല്ലാത്തിൻ്റെ വില പറഞ്ഞു, അതിൻ്റെ എല്ലാം ഞാൻ വില പറഞ്ഞിട്ടുണ്ട്. അതായത് കണ്ടോ, ഇതിൻ്റെ 1 സൈഡ് യെല്ലോ ബോർഡറും 1 സൈഡ് ബ്ലാക്കും റെഡും ബ്ലാക്കും യെല്ലോയും നല്ല കോമ്പിനേഷൻ. എല്ലാം എൻ്റെ ഷർട്ടിലാണ്ട് അറിയുന്നില്ല അല്ലേ. ഇത് കണ്ടോ, നല്ല കോമ്പിനേഷൻ അല്ലേ, സൂപ്പർ അല്ലേ, അടിപൊളിയാണ് അല്ലേ. ഇതും നല്ല പ്യുവറാണ് കേട്ടോ, നല്ല മൽക്കോട്ടനാണ്. 120 കൗണ്ട് മൽക്കോട്ടനാണ്. പ്രൈസ് വരുന്നുണ്ട് 869 രൂപ. 869 ആണ് ഈ സാരിയുടെ വില. നല്ല പ്യുവർ നല്ല ക്വാളിറ്റിയിലാണ്. ഇതാ പല്ലുമൊക്കെ കണ്ടോ, നോക്കിക്കേ, കൊള്ളാം. ഇഷ്ടമായോ ഈ സാരി? ഇഷ്ടമായി. ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഓൺലൈനിലൊക്കെ ഞാനിങ്ങനെ ഫോട്ടോഷൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ നേരിട്ട് എൻ്റെ കൈകൊണ്ട് തൊടുന്ന ഗംഗാ ജമുന മൽക്കോട്ടൺ. അതെ. ഹായ് കൃഷ്ണകുമാരി ഇതി സാരി യു ആർ ഷോയിങ് മീ നൗ ഈസ് അമേസിങ്. താങ്ക് യു മാം, സന്തോഷം. എല്ലാ സാരീസും ഇത് കണ്ടോ. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എത്ര ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ മനു? അല്ല മോനെ, 510 ഇത് എത്ര? 869 രൂപയാണ് പ്രൈസ്. 960 കമ്പനി പ്രൈസ് വരുന്നത്. നമ്മൾ 869 രൂപയ്ക്ക് തരും. ഇത് കുറഞ്ഞ വിലയ്ക്കും വരും കേട്ടോ, വെയിറ്റ് ചെയ്താൽ കുറഞ്ഞ വിലയ്ക്കും വരുന്നുണ്ട് ഐറ്റംസ്. കളേഴ്സ് ഇതില്ല, ഒരൊറ്റ കളറിലാണ് ഇത്. പീസുണ്ട് 30-35 പീസുണ്ട്, പക്ഷേ കളർ ഒറ്റ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു കളറിൽ മാത്രമേ വരുന്നത്. ഇത് മാത്രം മാറി വരും. ഇതിൻ്റെ ഈ ടസൽസ് ചിലപ്പോൾ ഇതാണ് കേട്ടോ, ചിലതിൻ്റെ കൂടെ റെഡും യെല്ലോയും ടസൽസ് വരും, ചിലതിൻ്റെ കൂടെ റെഡും മാത്രം ടസൽസ് വരും. അങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ സാരി ഒരു കളറിലേ ഉള്ളൂ കേട്ടോ. കൊള്ളാമോ? ഇത് ലൈക്കും ഷെയറും ചെയ്യും കുട്ടികളെ. ഞങ്ങളെങ്ങനെ പിന്നെ ചോദിപ്പിക്കാതെ ഞാനിത് കൊണ്ട് നിൽക്കും. ഇത് നല്ല രസമാണ്. ഇത് ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗി. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇതിങ്ങനെ ഉടുത്ത് വരുമ്പോനെ ഇത് പിടിച്ച മോനെ, ഇങ്ങനെ ഉടുത്ത് വരുമ്പോൾ ഫുള്ള് ബ്ലാക്ക് വന്നിട്ട് ഇതാ കണ്ടോ. ഇത് ബ്ലാക്ക് ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ്. ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല, അത്യാവശ്യം നല്ലതാണ്. താഴെ യെല്ലോ ഒക്കെ വന്ന് ഭയങ്കര രസമായിരിക്കും കാണാൻ. പല്ലുമൊക്കെ ഇങ്ങനെ വന്ന് കഴിയുമ്പം എൻ്റെ സാറേ വേറെ ലെവലായിരിക്കും കേട്ടോ. ഐ ഹേഡ് ദി വോയിസ് in your shorts in English. It would be better if it was changed to Malayalam, so it comes automatically. There is some option that is being changed. എനിക്കൊന്നും, can you show me a silk saree? കാണിക്കാം. കൊള്ളാം, സൂപ്പർ. പാർട്ടിവെയർ ലാച്ച അനാർക്കലി 34-36 ഉണ്ടോ സാർ? വാങ്ങാനായിരുന്നു. പാർട്ടിഫോർ ലാച്ച 34-36 ഒരുപാട് കൂടിയതില്ല മാം, അത് പിള്ളേരുടെ സൈസാണ്. വലിയ സൈസിൽ ഒരുപാട് കൂടിയതുണ്ടാവും. മറ്റേതൊരു 2000 ആ റേഞ്ചൊക്കെ വരെ കാണത്തുള്ളൂ കേട്ടോ. ഓക്കെ, അതൊന്നും ഇപ്പോൾ ലൈവിൽ നമ്മൾ കാണിക്കില്ല മാം. നമ്മുടെ കയ്യിൽ നല്ല സെലക്ഷനുള്ള, നമുക്ക് നല്ല ഉറപ്പുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ലൈവ് കാണിക്കൂ. പക്ഷെ അല്ലാത്ത ഐറ്റംസ് ഒരുപാട് ഈ ഷോപ്പിലുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ടൈപ്പാണ്. എനിക്ക് 100% വിശ്വാസമുള്ള, എനിക്ക് 100% ഇഷ്ടമുള്ള ഐറ്റംസ്. ചിലർ 2 ഐറ്റം ഉണ്ടെങ്കിൽ ലൈവിൽ കാണിക്കും, ഞങ്ങൾ അങ്ങനെ കാണിക്കില്ല. നല്ലപോലെ ക്വാണ്ടിറ്റി ഉള്ള നല്ല ഐറ്റംസ് മാത്രമേ ലൈവിൽ കാണിക്കൂ. എന്താ മക്കളെ? വെച്ചു. കുഴപ്പമില്ല, സേഫ് ആയിട്ട് ഇരുന്നോളുവോ? എവിടെ വെക്കുന്നേ? താഴെ വെച്ചോ. എന്ത് വണ്ടിയാ? വെച്ചോ, പൂട്ടിയേക്കണം നല്ലപോലെ. ക്യാമറ ഉണ്ട്. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്തൊരു അടിപൊളി സാരിയാണ് കേട്ടോ. 2000 ഗോൾഡ് കോയിൻസ് ആർ 2000 ഗോൾഡ് കോയിൻസ് കണ്ടോ. ഹലോ, അങ്ങനെ ആയിരിക്കത്തില്ല. ഇതെനിക്കൊന്ന് ട്രാൻസ്ലേഷൻ വരുവാണോ മക്കളെ? നോക്കിക്കേ, ആണോ? ട്രാൻസ്ലേഷൻ മാറാൻ എന്തേണ്ടേ? ഓഫാക്കി ഞാൻ. ഫോൺ ട്രാൻസ്ലേഷൻ വല്ലതും വന്ന് കിടക്കും, അങ്ങനെ വരുമോ? ആണോ മാറിയോ? അത് എനിക്ക് ഇതിൻ്റെ ഇതൊന്നും അറിയില്ല കേട്ടോ. ഇത് മാറ്റിക്കാം മോനെ. അടുത്ത സാരി. ഇനിയും നമ്മൾ കുറേ സെറ്റ് സാരി കാണിക്കുന്നുണ്ട്. ആള് വന്നിട്ട് ബാക്കി സാരി കാണിക്കാം. അപ്പം ഈ ഒരു സാരി പൊളിയാണ് കേട്ടോ. ഒന്നുകൂടെ ഞാനൊന്ന് കാണിക്കാം. നോക്ക്, ആ ലോങ് വ്യൂവിൽ കിടന്നിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാം ഒന്നുകൂടെ. ഇപ്പോൾ വന്നാൽ നല്ല രസമുണ്ട് ഈ സാരി കാണാൻ കേട്ടോ. 990 രൂപയേ ഉള്ളൂ. സൂപ്പർബ് സാരിയാണ്. ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുക, വെറൈറ്റി ആയിട്ട് വാങ്ങിക്കുക കേട്ടോ. സിനി ചേട്ടൻ ഈസ് റീഡിങ് ദി മെസ്സേജ് ഇൻ ഇംഗ്ലീഷ്. അതെങ്ങനെ? എനിക്കിവിടെ മെസ്സേജ് ഇംഗ്ലീഷായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ നമ്മനെ എന്നാൽ ഇതിനകത്ത് ഇംഗ്ലീഷ് തന്നെയാണോ വരുന്നത്? അതെന്തോ പറ്റി? അങ്ങനെ എന്തോ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. ഇതിനകത്ത് എനിക്ക് അങ്ങനെ 2000-ൻ്റെ ലാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഓ, അടിപൊളി കേട്ടോ. സോറി മാം, അത് നല്ല ഐറ്റം ആയിരിക്കും. ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്ന്. നമുക്ക് എല്ലാം ഒന്നും ഓർമ്മ വരത്തില്ലല്ലോ. മോനെ, ഇതങ്ങോട്ട് വാങ്ങിച്ചോ മോനെ.
ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ എന്താ പറയണ്ടേ, നമ്മുടെ മൽ സെറ്റ് സാരി ഇല്ലേ, ഈ ഒരു ഐറ്റം ഇപ്പോൾ ട്രെൻഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കാണിച്ചപ്പം എല്ലാവർക്കും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പല ഓൺലൈൻ ചാനലും കുത്താമ്പള്ളി എന്നൊക്കെ ഇത് നമ്മൾ കാണിച്ചു തുടങ്ങിയപ്പോൾ, നമ്മളല്ല കാണിച്ചു തുടങ്ങിയപ്പോഴത്തേന് ഇത് ഭയങ്കര ട്രെൻഡായി. അതായത് ബോർഡർ ഒന്നും ഇല്ലാതെ ഇതാ ഇങ്ങനെ വരുന്ന ഐറ്റം, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത്. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് മയിലാണേ, മയിൽ കണ്ടോ, മയിലിനെ കാണാൻ പറ്റുന്നുണ്ടോ? മയിലിനെ കാണാൻ പറ്റുന്നു നിങ്ങൾക്ക്? ക്ലിയർ ആണോ? മയിൽ കാണാമോ? താങ്കളുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണ്, അതൊന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ട് മോനെ. അതിപ്പോൾ എന്തോ ചെയ്യണം മോനെ? സിനിച്ചേട്ടൻ ഈസ് റീഡിങ് ഇൻ ഇംഗ്ലീഷ്. 1500 സിൽക്ക് സാരി, അത് ചോദിച്ചു. 1500 സിൽക്ക് സാരി കാണിക്കാം മാം. അത് നമ്മൾ എല്ലാ വീഡിയോയിലും ഉണ്ട്, പുറമോട്ട് നോക്കി ഒരുപാട് കാണാൻ പറ്റും. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മൽക്കോട്ടൺ, തമിഴ്നാട് മൽക്കോട്ടൺ, ഒറിജിനൽ മൽക്കോട്ടൺ, കൽക്കട്ടയിൽ നിന്ന് വരുന്ന മൽക്കോട്ടൺ അല്ല, ഭയങ്കര ക്വാളിറ്റിയുള്ള മൽക്കോട്ടൺ ആണ് മോനെ. എൻ്റെ വില എത്രയായിരുന്നു? 1098 അല്ലായിരുന്നോ? 1198 ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ പല കളറുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ ജെറി വീവിങ് വരും. സാരി ഫുള്ളായിട്ട് ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ക്വാളിറ്റിയാണ്. ഈ ഞാൻ പറയുന്നത് ഈ മൽക്കോട്ടൺ അമ്മമാർക്കൊന്നും എടുത്ത് കൊടുക്കരുത് കേട്ടോ. അമ്മമാർക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പന്നലായിപ്പോവും. അത് ഷോയ്ക്കേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേലെ സാരി, അത് ഫോട്ടോഷൂട്ടിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ സാർ, വീഡിയോ കോൾ ചെയ്താൽ അവർ കാണിച്ചു തരും. 2000-നുള്ളിലുള്ള സാരി അവർ കാണിച്ചു തരും, ഒരു കുഴപ്പമില്ല, അവർ കാണിച്ചു തരും. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ സമയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം മാം. ഇതിനെ കണ്ടോ, ഇതിൽ തന്നെ ഈ പച്ച ഇതിൽ തന്നെ, അതായത് കണ്ടോ ഗ്രീൻ ടസൽസിൽ തന്നെ നമുക്ക് അടുത്ത ഡിസൈൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരിക്കും? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണിത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇത് എന്തായിരിക്കും? കമൻറ്റ് ചെയ്യാമോ? നമുക്ക് ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ മോട്ടീഫ് എന്തായിരിക്കും എന്നറിയോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരെങ്കിലും പറഞ്ഞോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ സാരിയുടെ മോട്ടീവ്സ്. മോനെ അതിൻ്റെ ആ ലൈറ്റാക്കി മാറ്റി, അത് മാറ്റുമ്പോൾ എനിക്കൊന്ന് വെള്ളാത്തൊരു വെട്ടോ, അത് മാറ്റിയിട്ട് നോർമൽ ലൈറ്റ് ആക്കി ചൂട് ബാക്കിലോട്ട് വെച്ച്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആർക്കും മനസ്സിലായില്ല? കണ്ടോ, ശരിയാണ്. കണ്ടോ നിങ്ങൾ കണ്ടായിരുന്നില്ലേ? നിങ്ങൾ വേറെ ലെവലാണല്ലോ. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, നിങ്ങൾ മാനത്ത് ചിന്തിക്കുന്നുണ്ടല്ലേ? കണ്ടോ, നല്ല രസമാണ്. ഫുള്ളായിട്ട് ലൈൻ വേണ്ട എന്നുള്ളവർക്ക് പറ്റി ആ തുണി അങ്ങ് മാറ്റി. ഇത് മതി, ഇതാ നമ്മൾ കേട്ടോ, കറക്റ്റ്. കണ്ടോ, അടിപൊളിയല്ലേ ഇത് സാരി? കണ്ടോ സാരിയുടെ ഭംഗി, ഗ്രീൻ ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ പല കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വിഷുവിന് ഇറങ്ങി, പക്ഷേ വിഷുവിന് ആർക്കും വേണ്ടായിരുന്നു. ഇത് വലിയ പാടായിരുന്നു. പക്ഷേ ഇപ്പം ഷോപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുമോ, ഹോൾസെയിൽ പ്രൈസിൽ തരാമോ ചോദിച്ചിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും. നമ്മുടെ റീറ്റെയിൽ പ്രൈസ് പോലും ഹോൾസെയിൽ പ്രൈസിനെ വെല്ലുന്ന പ്രൈസിങ് ആണ് കേട്ടോ. അക്കുട്ടിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തുതരാം കേട്ടോ. പാവും കണ്ടോ, അടിപൊളിയാണ് നമ്മുടെ ഇത്. കണ്ടോ, ഇത് നല്ല രസമുള്ള ജെറിയാണ്, ഹാഫ് ഇഞ്ച് ജെറിയാണ്. കണ്ടോ, ജെറിയുടെ ക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ജെറിയുടെ ക്വാളിറ്റി കാണുന്നുണ്ടോ? ഹൈ ദാറ്റ് ചെക്ക്ഡ് ഡിസൈൻഡ് ബിഹൈൻഡ് സാരി ഹൗ മച്ച്? 589 ആണ് എൻ്റെ പ്രൈസ്. നല്ല ക്വാളിറ്റിയാണ് അത് കേട്ടോ. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളറോടെ ഇതങ്ങ് മടക്കി വെക്കാൻ പറ്റും, മടക്കി വെക്കാം. അതിൻ്റെ ഒരു കളറോടെ കാണിച്ചു തരാം. എന്താ അതിനി നമ്മൾ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, ഇതിൽ കുറേ ഉണ്ട്. നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്തതാണിത്. ഇത് കണ്ടോ, താമര, നമ്മുടെ ലോട്ടസ്, നമ്മുടെ സ്വന്തം ലോട്ടസ്. സത്യം പറഞ്ഞാൽ എനിക്ക് താമരയോട് അത്ര ഒരു ഡിസൈൻ, പക്ഷേ എല്ലാവരും ചോദിച്ചിപ്പോൾ എനിക്ക് താമരയെ ഭയങ്കര ഇഷ്ടമാണ്. താമര നല്ല ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഡിസൈനാണ് താമര. കണ്ടോ, ക്യാൻ വി ഗെറ്റ് സാരീസ് ഇൻ തിരുവല്ല? കിട്ടുമല്ലോ മാം. തിരുവല്ലയിലേക്ക് സെറ്റ് സാരി ഒരു 3 ഡേയ്സിനകത്ത് ബൾക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ബുധനാഴ്ചത്തേക്കൊക്കെ ബുധൻ വ്യാഴം തിരുവല്ലയിലേക്ക് സെറ്റ് സാരി വരും. ചേട്ടാ ആൻഡ് സാരി ഓഫ് റേറ്റ് എത്ര കയ്യിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞു. ഇനിയും പറയുമ്പോൾ തെറ്റും. ഇപ്പോൾ കയ്യിലുള്ളതിൻ്റെ റേറ്റ് 1198, 1198. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ മൽക്കോട്ടൺ, തമിഴ്നാട് മൽക്കോട്ടണിൽ ഹാഫ് ആൻഡ് ജെറിയോട് കൂടി വരുന്ന ടസൽസ് ഒക്കെ വരുന്ന സാരിയാണ്. ഇനി നിങ്ങൾ ഈ ടസൽസ് വെച്ചിട്ട് ഈ ബ്ലൗസ് ഇടുന്നു. ഇനി അത് കഴിയുമ്പോൾ ഈ ടസൽസ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ വേറെ ടസൽസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലൗസ് ഇടാം. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സർ ഷോമി ഗോൾഡ് പല്ലു റേറ്റ് കാണിച്ചു തരാം. വാട്ട് ഈസ് മെറ്റീരിയൽ? ഇത് പ്യുവർ തമിഴ്നാട് മൽക്കോട്ടൺ ആണ്, ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള മൽക്കോട്ടൺ. വാഷ് ചെയ്യാൻ കംപ്ലയിൻസ് ഒന്നും വരത്തില്ല. കൽക്കട്ട മൽക്കോട്ടൺ കുറച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ പന്നലായിപ്പോൾ നിങ്ങൾക്ക് അറിയാം. അത് ഷോ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഐ ആം സ്റ്റിൽ 2 years old. അതാരാ? ഇതൊക്കെ ട്രാൻസ്ലേഷനായിട്ട് വരുവാണെന്നൊരു സംശയം മോനെ. കണ്ടോ, ഈ കളറുണ്ട്, അടിപൊളിയാണ് മോനെ. ഇതുകൂടെ അങ്ങോട്ട് മടക്കി വെച്ചോ. ഉണ്ടാവോ? ഇത് കണ്ടോ? ഇത് സിമ്പിളുണ്ട് മോനെ. സാർ ലാച്ച അനാർക്കലി 37-36 കാണാൻ എന്ത് ടൈമിൽ അവരെ വീഡിയോ കോൾ ചെയ്യണം? ഇസ്രായേൽ ടൈം ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു.
മാമ ഒരു പകൽ ടൈമിലായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. 10 മണി തൊട്ട് ഒരു 6 മണി വരെയൊക്കെ അവർ നീത് ഉണ്ടാവും. അപ്പോൾ നീത് കാണിച്ചു ഇത് കണ്ടോ, അടുത്ത കളറേ കണ്ടോ. ഇസ്രായേൽ ടൈം കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ മാം, കുഴപ്പമില്ല. അവരോട് പറഞ്ഞാൽ അവർ കാണിച്ചു തരും കേട്ടോ. റെഡ് ടസൽസ് വരുന്നതിൻ്റെ ഹെഡ് ഷേപ്പ് വീവിങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റെഡ് ടസൽസ് വരുന്നതിൻ്റെ ഹെഡ് ഷേപ്പ് വീവിങ് കാണുമല്ലോ മോനെ? ഇല്ല, റെഡ് ഇല്ല കേട്ടോ, റെഡ് ഇല്ല മോനെ, റെഡ് ഇല്ല. റെഡ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. മെറൂണോ ഹേട്ടാണോ? മെറൂൺ ഹേട്ട് ഉണ്ട്. റെഡിന് പകരം മെറൂൺ ആയാൽ അഡ്ജസ്റ്റ് ആവുമോ? റെഡിന് പകരം മെറൂൺ ആയാൽ അഡ്ജസ്റ്റ് ചെയ്യുമോ? മെറൂൺ ഉണ്ട് കേട്ടോ, കണ്ടോ? റെഡിന് പകരം മെറൂൺ ഉണ്ട്, ഹെഡ് ഷേപ്പ് ഉണ്ട്. സ്നേഹം വാരി വിതറി നമുക്ക് നടക്കാം. അതാണ് ഈ ഒരു സാരി എടുത്തുള്ള ഒരു ഗുണം. നമ്മൾ ബോബി ചെമ്മണ്ണൂരൊക്കെ പറയുന്ന പോലെ സ്നേഹം വാരി വിതറി. മുകളിൽ സെറ്റിങ്സ് സിമ്പിൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്തിട്ട് മലയാളം ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. മുകളിലില്ല മോനെ, ഇവിടെ ആയിരുന്നു ട്രാൻസ്ലേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ മാറ്റിയേക്കുവാണ്. ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവല്ലോ, മാറ്റാൻ പറ്റത്തില്ല. ഐ ഹാവ് റെഡ് ബ്ലൗസ് പറഞ്ഞാണ്ട് ഇത് മെറൂൺ. ഇത് അത്യാവശ്യം റെഡിന് ഉപയോഗിക്കാം കേട്ടോ. ഒരു ഡാർക്ക് മെറൂൺ ആണ്, ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഓട്ടോ ഡബിങ് സെറ്റിങ്സ് ഇല്ല മാം, അങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ ലൈവ് കയറിയതുകൊണ്ട് ലൈവിൻ്റെ ഒരു സെറ്റിങ്സ് മാറ്റുമ്പോൾ മാറേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ എന്തോ ഞങ്ങൾ കൂടെ മാറ്റുന്നുണ്ട്. പക്ഷേ അത് പിന്നെയും അത് കയറി വരികയാണ് കേട്ടോ. ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്റ്റും ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്റ്റുകൾ വെബ്സൈറ്റിൽ കാണത്തുള്ളൂ. സെറ്റ് സാരി സെറ്റ് മുണ്ടും വെബ്സൈറ്റിൽ കുറേ ഉണ്ട്. ഇത് കണ്ടോ, നല്ല രസമുള്ള ഐറ്റംസ്. അപ്പോൾ ഇനി മോനെ, പിന്നെ ഇത് നമുക്ക് ഇന്ന് ഒരു ഐറ്റം കൂടെ വന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഐറ്റം ഇന്ന് ഇപ്പോൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ക്വാണ്ടിറ്റി ഉണ്ട്. 890 രൂപയുടെ നമുക്ക് 798 ഉണ്ട്, ഇതിപ്പോൾ 898, പിന്നെ 998 അവൈലബിൾ ആണ്. 998 ഓൺലൈനിലില്ല, 798 ഇല്ല. ഇത് ഓൺലൈനിൽ തരാം. ഇത് ക്വാണ്ടിറ്റി ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. കൂടുതൽ പേര് ലൈക്ക് ചെയ്യാമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ പ്രൊഡക്റ്റ് കാണിക്കാൻ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ നമ്മൾ ഇതേലത്തെ മൽക്കോട്ടൺ കുറേ കാണിച്ചായിരുന്നു കേട്ടോ. രാവിലത്തെ വീഡിയോയിൽ ഇതേലത്തെ മൽക്കോട്ടൺ കുറേ ഡിസൈൻസ് ലാവണ്ടറിലും ഇങ്ങനെയൊക്കെ ഉള്ളത് കുറേ കാണിച്ചു. ഇത് നമുക്കൊരു 769 രൂപ മുതൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇത് കുറച്ച് കൂടിയതാണ്. ഇതിൻ്റെ പല ക്വാളിറ്റിയും പല വീവിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ വെച്ച് മനെ എടുത്തോളാം കേട്ടോ. അപ്പോൾ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പല ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പല മോഡലുണ്ട്. ഐ ആം സൂപ്പറാണ് സാർ, ലൈക്ക് ചെയ്തു, താങ്ക് യു, സന്തോഷം. നാട്ടിലെ ഹാസ് അറൈവ്ഡ് ആൻഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. നാട്ടിലാ? ഗീത പ്രഭാരൻ മാം നാട്ടിലെത്തിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം മക്കളെ. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ഇതിൻ്റെ കളറുകൾ ഞാൻ ചായ കുടിക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ കുറഞ്ഞത് കൂടി ഇതൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഒത്തിരി നോക്കണ്ട, ഇങ്ങനെ കാണിച്ചാൽ കേട്ടോ. ഒത്തിരി നൂത്താൽ ഇതിന് ഭംഗി മടക്കളായിരുന്നോ. മുമ്പേ നമ്മൾ കുറേ അമൃതമായിരിക്കും രാവിലെ ഓപ്പൺ ചെയ്തിരിപ്പുണ്ടാവും ഉണ്ടോ. ഇതിലിങ്ങനെ നോക്കിക്കോ, ഒത്തിരി ഓപ്പൺ ചെയ്യണ്ട. ഇതിങ്ങനെ ഓരോ ഡിസൈൻ. അപ്പം അഞ്ജലി എഴുതാം മക്കളെ. റെമോ ഇത് ഒരു 1.25 മിനിറ്റത്തേക്ക് റെമോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. വിത്ത് ദി റൈറ്റ് ഹാൻഡ്. ഓക്കെ, അടുത്ത ഡിസൈൻ കാണിച്ചു മക്കളെ. അത് കാണിച്ചു, അത് സെയിം അല്ലേ? വേറെ ഡിസൈൻ ഞാൻ പോകുന്നില്ല, ഇവിടെ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തോളാം. പ്രീമിയം ക്വാളിറ്റി 120 കൗണ്ട്സ്, നല്ല ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ്. ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാണ് അവർ നമുക്ക് തരുന്നത്. ഹാൻഡ്ലൂം ആയിരിക്കില്ല, പക്ഷേ സാധാരണ വീവിങ്ങിനെ അപേക്ഷിച്ച് ജക്കാർഡ് വീവിങ് ആണ്. കുറച്ച് വ്യത്യാസമുണ്ട് കണ്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ് മോനെ. ഒരു വയലറ്റ് ഡിസൈൻ ഉള്ളതോടെ കാണിച്ചു കൊടുത്തോ. അതല്ല മോനെ, ഇതിൻ്റെ തന്നെ ഒരു വയലറ്റ് ഇല്ലേ? എടുത്തില്ലായിരുന്നു വയലറ്റ്? നമ്മൾ എടുത്തിട്ടില്ലയോ? താഴെ എടുത്തില്ലായിരുന്നു. എല്ലാ ഡിസൈനും ഓരോന്നെടുത്ത് ഇവിടെ നമ്മൾ വെക്കാൻ പറ്റും. അല്ല, ഇത് കാണിക്കുക തൽക്കാലം കേട്ടോ. വയലറ്റ് ഡിസൈൻ താഴെ എടുത്തുകൊണ്ട് വരാം. അതിൽ കുറഞ്ഞത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സെറ്റ് സർ ദാറ്റ് ഗോൾഡൻ സാരി റേറ്റ്. നോക്കാം, പറഞ്ഞുതരാം. അതായിരിക്കും, പറഞ്ഞുതരാം. ഗോൾഡൻ സാരിയുടെ റേറ്റ് പറഞ്ഞു 798, 898, 998, 3 റേഞ്ചിൽ അവൈലബിൾ ആണ്. റെമോ ഈസ് സീരിയസ്, ഹീ ഈസ് വെരി സീരിയസ്. സീരിയസ് കുട്ടി, ചിരിക്ക് കുട്ടി. അയ്യോ, റെമോ സീരിയസ് അല്ല. റെമോ ഭയങ്കര കുഞ്ഞുങ്ങളുടെ കൂട്ടാട്ടോ, ചെറിയ മനസ്സാ. കാണുന്ന ഈ രൂപമേ ഉള്ളൂ. എന്നെക്കാട്ടി കുഞ്ഞു മനസ്സാ, ഒന്നും പേടിക്കണ്ട, ഭയങ്കര കൊച്ചു മനസ്സാ. അടുത്ത മോനെ അതിൻ്റെ ഒരു ലാവൻഡർ എടുത്തുണ്ടോ? അപ്പോഴത്തേക്ക് ഞാനേ ലാവൻഡർ താഴെ ഇരിപ്പുണ്ട്, ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നില്ല. അതിൻ്റെ ബ്ലൂ ലാവൻഡർ താഴെയുണ്ട്, എടുത്തോണ്ട് വന്നേ. ഇവിടെ ഇല്ലാത്ത നോക്കി ഡിസൈൻ എടുത്തോണ്ട് വന്നേ, കാണിക്കാൻ പറ്റും. സോറി. അത് ഞാൻ ഇതിൻ്റെ വില പറഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ വില 7. ഇത് നമുക്കുണ്ട് 3-4 ക്വാളിറ്റിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സൂപ്പർബാണ്.
ഞാൻ രാവിലെ വില പറഞ്ഞതിന് 798 അത്രയില്ല, 769 രൂപയുള്ളൂ. ഇത് മാത്രം ഓൺലൈനിലില്ല, ഇത് ഷോപ്പിൽ വന്ന് വാങ്ങണം. ഇത് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റിയാണ്, എല്ലായിടത്തും വിൽക്കുന്ന ക്വാളിറ്റി. മറ്റേതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഐ ആം ന്യൂ ടു യുവർ ചാനൽ ഫ്രം തമിഴ്നാട്. ഓ താങ്ക് യു. തമിഴ്നാട് വേർ ഇൻ തമിഴ്നാട്. ഐ ആം എ ന്യൂ ടു ചാനൽ ഫ്രം തമിഴ്നാട്. സൂപ്പർ സാരികളെല്ലാം സാർ എക്സ്പ്ലെയിൻ ഇൻ ഹിന്ദി. ഓ എന്നാൽ ഞാൻ ആരായിരുന്നു, ഹിന്ദിക്കാരി ഇന്നില്ല കണ്ടോ. അടിപൊളി. 769 ഉള്ളൂ ഇതിൻ്റെ പ്രൈസ്. ലാവണ്ടർ 2 കളർ എടുത്തുകൊണ്ട് വരാം. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങൾ ചൂട് ആൾ വന്നെങ്കിൽ നമുക്ക് ഗൂഡല്ലൂർ. അതെയോ സന്തോഷം. ഊട്ടിക്കടുത്തുള്ള ഗൂഡല്ലൂരല്ലേ മാം? ഊട്ടി ഗൂഡല്ലൂരാണോ? ഗൂഡല്ലൂരാണോ? സൂപ്പർ ജ്യൂസ് അല്ലേ, ചായ. സൂപ്പർ കളറൊന്നും എല്ലാം പറഞ്ഞായിരിക്കും ഇല്ലയോ, ജ്യൂസ് ആയിപ്പോയി. എവറിത്തിങ് ഈ സൂപ്പർ ആട്ടോ എന്ന് പറഞ്ഞു. സൂപ്പർ പ്രൈസ് 769. ഇത് 769 ആണ്. ഇത് 589. ഇതാ കണ്ടോ, 589 ഉള്ളൂ. മല്ലിൽ തന്നെ പല ക്വാളിറ്റി പല മോഡൽ അവൈലബിൾ ആണ്. അടിപൊളി സാരീസ്, ലവ്ഡ് ഇറ്റ്. ഐ ആം ഫ്രം ഗോവ. ഓ താങ്ക് യു. ഗോവയെന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര കൊതി വരുന്നൊരു സ്ഥലമല്ലേ. നമുക്ക് ടൂർ പോകാനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമല്ലേ ഗോവ. ബീച്ചുകൾ, ഒരുപാട് ബീച്ചുള്ളൊരു സ്ഥലമാണ് ഗോവ. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത്, അവിടെ വരുമ്പോൾ നമുക്ക് ഈ ചുട്ട് തല്ലിയ പറങ്ങാണ്ടി കിട്ടും. നമ്മുടെ കാഷ്യൂ ചുട്ട് തല്ലിയത് ഗോവൻ സ്റ്റൈലിൽ കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്ന് വാങ്ങിച്ചു ഗോവയിൽ. അത് വാങ്ങിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഗോവയിൽ ചുട്ട് തല്ലിയ പറങ്ങാണ്ടി, നമ്മുടെ ഇവിടുത്തെ കാഷ്യൂ ചുട്ട് തല്ലിയത് ഗോവയിൽ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. അതെങ്ങനെയുണ്ട്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഹോൾസെയിലുണ്ട് മാം. നമുക്ക് എല്ലാ ഐറ്റംസ് ഹോൾസെയിൽ വരുമ്പോൾ വേറെ വിലയായിരിക്കും, വില കുറവ് വരും കേട്ടോ. ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഷോപ്പോ ഓൺലൈൻ പേജൊക്കെ ഉണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് തരാം കേട്ടോ. ഓൺലൈൻ ഓക്കെയാണ്, ഓൺലൈൻ ഉണ്ട്. ഈ ഒരു ഐറ്റം മാത്രം ഓൺലൈനിൽ അവൈലബിൾ അല്ല മാം. 769 ഓൺലൈൻ അവൈലബിൾ അല്ല. ബാക്കി റേഞ്ച് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. റെമോ കൂടുതൽ കളറുകളുമായിട്ട് എത്തിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടിയ ഐറ്റംസ് ആണ്, 1098 വരും കേട്ടോ. പക്ഷെ ക്വാളിറ്റി അതുപോലെ ഉണ്ട്. ജക്കാർഡ് വീവിങ് ആണ്. ഒന്ന് കാണിച്ചു മോനെ. നിങ്ങൾ തമിഴ് അറിയുമോ? നിങ്ങൾ തമിഴ് കൊഞ്ചം തെരിയുമാ? റെഗുലർ തമിഴ് പോവും, കൊഞ്ചം തെരിയുമാ? വേർ ഇസ് യുവർ ഷോപ്പ്? നമ്മുടെ ഷോപ്പ് എറണാകുളത്താണ്, നിയർ MG റോഡ് മെട്രോ സ്റ്റേഷൻ എറണാകുളം, അല്ലെങ്കിൽ നിയർ ചെന്നൈ സിൽക്സ്, അല്ലെങ്കിൽ നിയർ ഷീമാട്ടി എറണാകുളം കേട്ടോ. ഓൾ സാരീസ് 120 കൗണ്ട്. മിക്കവാറും എല്ലാ സാരീസും 120 കൗണ്ട് തന്നെയാണ്. ഇത് കണ്ടോ, ഇത് 76 കാണിച്ചു മോനെ. ഇത് അടുത്ത ഒരു നല്ല ഡിസൈനാണ്, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇത് കുറച്ചുകൂടെ വില കുറയും. ഒരു 1-2 ആഴ്ച വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെയിൻ വീവർ അടുത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഏജൻറ്റ് വഴി എടുക്കുന്നതാണ്. എന്നാൽ പോലും എല്ലാവരും വിൽക്കുന്നതിനെക്കാട്ടി ഒരുപാട് കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ? നല്ല രസമാണ് ഇത് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയാണ്, നല്ല സോഫ്റ്റാണ്. നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് ഇതാ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ഫീലാണ്. ഇതിന് പക്ഷേ 1098 സാർ ഗോൾഡൻ സാരി റേറ്റ് ഞാൻ പറഞ്ഞല്ലോ. റേറ്റ് മധു ബാലകൃഷ്ണ 798, 898, 998 2 പ്രാവശ്യം വില. എനിക്ക് ഷോപ്പുണ്ട്, ഐറ്റം സൂപ്പർ. താങ്ക് യു സന്തോഷം. ഇതൊന്നും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇന്ന് പിന്നെ മിറർ വെച്ച സാരി നമ്മൾ അജ്രക്കിൻ്റെ ഒരെണ്ണം കാണിച്ചായിരുന്നു. അത് മുമ്പ് ജസ്റ്റ് അതിൻ്റെ കളറുകൾ എത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. വാട്ട് മെറ്റീരിയൽ ഈസ് ദിസ്? മൽക്കോട്ടൺ, പ്യുവർ മൽക്കോട്ടൺ, പ്യുവർ ഒറിജിനൽ മൽക്കോട്ടൺ, വെസ്റ്റ് ബംഗാൾ ഐറ്റം, തമിഴ്നാട് മൽക്കോട്ടൺ. ഇത് തമിഴ്നാട് മൽക്കോട്ടൺ. ഇത് കഴുകാം, കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെ എപ്പോഴും കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പനലായിപ്പോൾ, പിഴിഞ്ഞൊക്കെ ചെയ്ത് വെച്ചാൽ പനലായിപ്പോൾ. പക്ഷേ ഷോ ഉണ്ട്, ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ അമ്മമാർക്കൊന്നും എടുത്ത് കൊടുക്കരുത്, നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുക. ആർക്കും എടുത്ത് കൊടുക്കരുത്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാരണം ബോഡിയൊക്കെ അതുപോലെ ഇങ്ങനെ എടുത്ത് കാണിക്കും, ബോഡി ഷേപ്പൊക്കെ എടുത്ത് കാണിക്കുന്ന ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ഇത് എടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാതെ നിങ്ങൾ വേറൊരാൾക്ക് എടുത്ത് കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പ്രത്യേകം പറയാൻ കാരണം അതാണ്. ഷിപ്പിംഗ് ഫോർ തമിഴ്നാട് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് 1 kg 79 rupees. ഓൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ 79 per kg. 1 കിലോഗ്രാമിന് 79 rupees ഉള്ളി. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ മാം. ഇത്രയും വില കുറച്ച് കൊടുത്ത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരത്തില്ലേ? ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യു. താങ്ക് യു. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി സാരി? 6.25 മീറ്റർ ഉണ്ടാവും മാം. 6.25, 6.20, 6.15 ഒക്കെ ഉണ്ടാവും. ബ്ലൗസ് ഉണ്ട്, പക്ഷേ ബ്ലൗസ് ഇതിൻ്റെ തയ്ക്കാതെ മിക്കവാറും നല്ലത് ബ്ലൗസ് വേറെ കളർ തയ്ക്കുന്നതായിരിക്കും രസം. നീളമുണ്ട് കേട്ടോ. ഹൗ മച്ച് സാർ? വാട്ട് മെറ്റീരിയൽ? മൽക്കോട്ടൺ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോനെ അതോടെ കാണിച്ചു, അടുത്ത കളർ കാണിച്ചു. കണ്ടോ, അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി, 2-3 ക്വാളിറ്റി ഉണ്ട്. കുഡ് ഐ ഓർഡർ ത്രൂ വാട്സപ്പ്? വാട്സപ്പിൽ ഓർഡർ ചെയ്യാം. നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്തോ മാം. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കളർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അല്ലല്ല, അത് 1098 വരുന്നുണ്ട്. 3-4 ക്വാളിറ്റി ഉണ്ട്. 769 അത് 1098 വരുന്നുണ്ട്.
ഇത് 589 വരുന്നുണ്ട്. കുറേ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മല്ലിൽ തന്നെ കുറേ ക്വാളിറ്റി ഉണ്ട്. വിൽ അടൂർ ഹോളിഡേ സാരി ഫെയർ. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടോ വീണ്ടും ട്രാൻസ്ലേഷൻ വരിക. സൂപ്പർ ആൻഡ് അടിപൊളി സാരീസ് എല്ലാവർക്കും കിട്ടുന്നില്ലയോ? മാറ്റണ്ടോ ഇല്ലേ? ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം. കണ്ടോ എൻ്റെ ഫോണിലോ മോനെ, എൻ്റെ നമ്മുടെ ക്യാമ്പസിൻ്റെ പേജിലോ, ക്യാമ്പസിൻ്റെ പേജിൽ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളെ കിട്ടുന്നില്ലേ? അപ്പം നമ്മുടെ ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലേ? ലൈവ്. ഓക്കെ ഇതിനകത്ത് ഇംഗ്ലീഷ് ആയിരുന്നു അഞ്ജലി. ഇനി ഇതിനകത്ത് മാറ്റാതണോ അഞ്ജലി? അറിയത്തില്ല. ഇത് മാറ്റാൻ പറ്റത്തില്ല മോനെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതലായിട്ട് കാണിച്ചു തരാം. ക്യാൻ യു ഷോ മി എ സിംഗിൾ ലെയർ? ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. സിംഗിൾ ലെയർ കണ്ടാൽ ട്രാൻസ്പെറൻ്റ് ആണിത്. സാരി ഭയങ്കര നൈസാണ്. ഇതാ കണ്ടോ, സിംഗിൾ ലെയർ വരുമ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ട്രാൻസ്പെറൻ്റ് ആണ്. സിംഗിൾ ലെയർ വരുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പക്ഷേ പ്ലേറ്റ്സ് ഒക്കെ വരുമ്പോൾ അറിയത്തില്ല, ഭയങ്കര ഡിഫറൻസ് ആണ്. ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഞാൻ അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്ത് വരുന്നു? നെക്സ്റ്റ് ജനറേഷൻ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ് ജനറേഷൻ അല്ല, നെക്സ്റ്റ് ലൈഫ് ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ എം ഓൾസോ മലയാളി. ഇപ്പോൾ എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അത് തന്നെ വലിയ പാടുപെട്ടാണ് പറയുന്നത്. പ്ലീസ് ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? നെക്സ്റ്റ് ലൈഫ്. കറക്റ്റ്, നെക്സ്റ്റ് ലൈഫ്. കണ്ടോ, നമുക്ക് എന്തെങ്കിലും സംശയം വന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ട് പറഞ്ഞു തരാൻ. ഇതൊരു വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. എന്ത് ചെയ്യാൻ പറ്റും മാം? ഞാനൊരു മലയാളിയായിപ്പോയി. ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. ഞാനിങ്ങനെ യാത്ര പോയിട്ടുണ്ടെന്നല്ലാതെ സാധാരണ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നവരൊക്കെ ബോംബെയിലൊക്കെ എവിടെയെങ്കിലും പോയി കുറച്ച് നാൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി. പക്ഷെ ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ നേരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാഫായിട്ട് കയറിയിട്ട് ഷോപ്പ് തുടങ്ങിയതുകൊണ്ടാണ് നമുക്കിതൊന്നും പറയാൻ പറ്റും. ബോംബെയിലൊക്കെ പോകുമ്പോഴും നമ്മൾ എല്ലാ രാജ്യങ്ങളിലും പോകാറുണ്ട്. കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നമുക്കതൊക്കെ പറ്റും. പക്ഷേ വേണ്ട, ഇത് ഭയങ്കര സോഫ്റ്റാണ്. 769 ഉള്ളൂ. വി കാനോട്ട് അണ്ടർസ്റ്റാൻഡ് വി ആർ ദി വൺ ഹൂ. ഓക്കെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് എല്ലാം ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി ഡീറ്റെയിൽസ്. ഓക്കെ, ആൻഡ് ഡിസൈൻ ഇന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു ഉമാജി നായർ. താങ്ക് യു മാം, സന്തോഷം. അപ്പോൾ ഇനി മോനെയുടെ നമ്മുടെ ആ സാരീസ്, അപ്പോൾ സെറ്റ് സാരീസ് കാണിക്കാൻ പോവാണ്. ഇനി നമ്മൾ സെറ്റുമുണ്ട് മോനെ, സെറ്റുമുണ്ട് ഇവിടുന്ന് പറ. സെറ്റുമുണ്ട് കസവിൻ്റെ ഇത് കാണിച്ചു. വേറൊരു ലാവൻഡർ കാണിച്ചായിരുന്നോ മക്കളെ? വേറൊരു ലാവൻഡർ ഉണ്ടല്ലോ, നല്ല വീതി ലാവൻഡർ വരുന്നു. ഈ ലാവൻഡർ ഉണ്ട്. ഈ ലാവൻഡർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കുറേ മല്ലിൽ കുറേ ഐറ്റംസ് ഉണ്ട്. വീഡിയോകളിൽ വിളിച്ചാൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, അടിപൊളിയാണ്. മല്ലിൽ കുറേ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. സാരീസ് ഫുൾ മലയാളി. സോറി, ഡിസൈൻ ഇന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. സാർ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. ഷോ മീ ദി സാരി. മാം എനിക്ക് എവിടെയൊക്കെ പോകുമ്പോൾ പറയാൻ അറിയാം മാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാറില്ല. എവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ അത്യാവശ്യം പിടിച്ച് നിൽക്കും. ഹിന്ദി, തമിഴ്നാട്, ബോംബെയിലെല്ലാം പോയി ഞാൻ തന്നെയല്ലേ പഠിച്ചു. തമിഴ്നാട്ടിലെല്ലാം പെടുമ്പോൾ. പക്ഷേ എനിക്ക് ഇതിൽ വരുമ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. കണ്ടോ, അടിപൊളിയാണ്. ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സാർ ഹൗ ടു പേ എമൗണ്ട് പ്ലീസ് സെൻഡ്. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മാം. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരം സെറ്റ് സാരി കാണിക്കുക. ഇതൊരെണ്ണം മോനെ ഹാങ്ങറിലോട്ട് ഇട്ടോ. അല്ല, ഇത് ഹാങ്ങറിൽ ഇട്ടോ. അതല്ല അത് കിട്ടോ. നമ്മൾ സെറ്റുമുണ്ട് കുറച്ച് കാണിക്കാൻ പോകും. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ട് സെറ്റുമുണ്ട് എടുക്കുന്നുണ്ട്. സന്തോഷം. അതുകൊണ്ട് നമ്മൾ ഓണമല്ലേ, നല്ല പ്രീമിയം ഒരു സെറ്റുമുണ്ട്. ഇത് നമ്മൾ റമ സെറ്റുമുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ഞാൻ ചായ പിടിച്ചിട്ടില്ല. ചായ തണുത്ത് പോകും. ആളില്ലല്ലോ, എന്ത് പറ്റി? എല്ലാവരും തിരക്കിലാണോ? ദീസ് ആർ മൽക്കോട്ട് സാരി. സാർ പ്രൈസ് മാത്രം ക്ലിയറായി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് എല്ലാം ഞാൻ ഇംഗ്ലീഷിലാണല്ലോ പറയുന്നത്. 798, 890 കുറഞ്ഞ് ഇംഗ്ലീഷല്ലേ. ടിഷ്യൂ സെറ്റുമുണ്ട്. പ്രീമിയം ക്വാളിറ്റി ടിഷ്യൂ, നല്ല വീവിങ് ഡിസൈനുള്ള സെറ്റുമുണ്ടാണ്. കാണിച്ചു കൊടുക്കുമോനെ. 2.8 ആണ് നമ്മുടെ സെറ്റുമുണ്ട് എല്ലാം കേട്ടോ. മുണ്ട് വരുന്നത്. വാട്സപ്പ് നമ്പറുണ്ട്. പ്രൈസ് ഈസ് വേരിങ് 798, 898. പല റേഞ്ച് ഉണ്ട് മാം. പല റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇത് ഒരു പ്രൈസ് അല്ല. 589 മുതൽ പല പ്രൈസ് ഉണ്ട്. പ്രൈസ് വേരിങ് പല റേഞ്ച് ഉണ്ട്. ഇപ്പം ഈ നമ്മുടെ ആ മറ്റേ സാരി തന്നെ, ഗോൾഡൻ സാരി തന്നെ 3 റേഞ്ചിൽ അവൈലബിൾ ആണ്. കാണിച്ചോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. 3 റേഞ്ചിൽ അവൈലബിൾ ആണ്. 798 ഉണ്ട്, 898 ഉണ്ട്, 998 ഉണ്ട്. കണ്ടാലെല്ലാം ഒരുപോലെ ഇരിക്കും. പല ക്വാളിറ്റിയാണ്. ഓപ്പൺ ചെയ്യണം മോനെ. അത് ജസ്റ്റ് എൻ്റെ ഡിസൈനിലാണ് ഓപ്പൺ ചെയ്യണം. നല്ല ക്വാളിറ്റി ടിഷ്യൂവിൽ നല്ല വീവിങ് ഡിസൈൻ വരുന്നതാണ് കേട്ടോ.
മേഘേഷ് എക്സ്ട്രാ ലെന്താണ് കേട്ടോ. 2.8 മീറ്റേഴ്സ് വരുന്നത്. മേഘേഷേ, നാളെ എന്നെ കൊണ്ട് എ സിക്കാരെ ഒന്ന് വിളിപ്പിക്കണേ. എ സിക്കാരെ അതാ നാളെ എന്നെ വിളിപ്പിക്കണേ. പേയ്മെൻറ്റ് ഇടിക്കാതെ. അവരെത്ര ടോട്ടൽ എമൗണ്ട് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ? എനിക്കൊന്ന് അയച്ചു കൊടുക്കാൻ പറ. എനിക്ക് അയച്ചു തന്നിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് താമസം എന്ന് പറയാം. പക്ഷേ എനിക്കൊന്ന് അയച്ചു തന്നിട്ട് അപ്പം സാർ ഇട്ട് തരുമെന്ന് പറഞ്ഞാൽ മതി. അപ്പം അത്രയും കൂടെ നമുക്ക് താമസം വന്നു. ഇത് കറന്റ് ടിഷ്യൂ ആണ്. നമുക്ക് കോട്ടൺ സെറ്റ് കൊണ്ട് നിറയെ കളക്ഷൻസ് അവൈലബിൾ ആണ്. കോട്ടൺ ഒരു ഡബിളും സിംഗിളും ഒക്കെ കോട്ടൺ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കോട്ടൺ സെറ്റ് ഉണ്ടോന്നോ? ഇഷ്ടം പോലെ മാം. ദിസ് ഈസ് എ വില്ലേജ്. ഓ, കോട്ടൺ സെറ്റ് സാരി ഉണ്ടോ? കോട്ടൺ സെറ്റ് സാരി ഉണ്ടല്ലോ, എല്ലാം ഉണ്ട് മാം. ഇത് കോട്ടൺ ഹോൾസെയിലും ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ. അത് കോട്ടൺ കാണിച്ചു കൊടുക്കുക. ഡബിൾ ഇപ്പോഴത്തെ ഒരു മോഡല്. ചെക്ക് വരുന്നത്. ആ ചെക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഷെയ്ഡഡ് ആണ്. അത് അനക്കി കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഇങ്ങനെ അങ്ങനല്ല മോനെ. അത് മറ്റേത് കയ്യിൽ നിന്ന് മാറ്റേ. ടിഷ്യൂ ചെക്ക്. അതിലൊരു ചെറിയ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഒരു രാത്രിയിലൊക്കെ ഭയങ്കര ഷൈനിങ് ആയിരിക്കും. ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, കോമൺ ഐറ്റം അല്ലത്. അത് സെറ്റിമെൻ്റ് എടുത്ത് നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അമ്പലത്തിലെ താരം. സാധാരണ സെറ്റിമെൻ്റ് അല്ലത്. അതിൻ്റെ ഡിസൈൻ കണ്ടോ മാം സെറ്റിമെൻറ്റിൻ്റെ? അത് ഇങ്ങനെ വെട്ടം അടിക്കുമ്പോൾ ഇങ്ങനെ ഷെയ്ഡ് വരും കണ്ടോ. സാധാരണ കോമൺ ഇതല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള സെറ്റിമെൻറ്റാണ്. ഇത്രയും വെട്ട വേണ്ട, ഒരു കുറച്ച് വെട്ട ഉള്ളെങ്കിൽ അത് എടുത്ത് കാണിക്കുക എൻ്റെ ഡിസൈൻ. ടോപ്പ് വരുന്നത് നേരിയത് വരുന്ന ഇതാ. ടെസൽസ് വരുന്നുണ്ട്. കോട്ടണിലാണ്, പക്ഷേ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ. കോട്ടണിലാണെങ്കിലും അത് ഫുള്ള് ജെറി വീവിംഗ് ആണ്. ജെറി വീവിംഗ് ഒരു സ്പെഷ്യൽ വീവിംഗ് ആണ്. നമ്മൾ വിഷുവിന് ഇറക്കിയ മോഡലാണത്. അറിയാവുന്നവർക്കറിയാം. ലൈറ്റിംഗ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണത് കാണാൻ. പിന്നെ പ്രൈസ് കൂടെ പറഞ്ഞു കൊടുത്ത മോനെ. സമ്മൺ ട്രാൻസ്ലേറ്റ് പ്ലീസ്. അതാ മൽക്കോട്ടൺ സാരി നോർമൽ വാഷ്. മൽക്കോട്ടൺ സാരി നോർമൽ വാഷാണ്, പക്ഷേ അത് കുറച്ച് കെയർ ചെയ്ത് വാഷ് ചെയ്യണം. മൽക്കോട്ടൺ സാരി കുറച്ച് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വാഷ് നോർമലാണ്. അതിന് അടുത്തെടുത്തോ നോക്കണമെന്നില്ല ഇനി കേട്ടോ. പ്രൈസ് അതിലുണ്ടോ? ഇത് കണ്ടോ. അപ്പം ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്നറിയില്ല. അതിങ്ങനെ ഇവിടെ ഒന്ന് കണ്ടോ, ഒരു ഷെയ്ഡഡ് കണ്ടോ, ഒരു ലൈറ്റിങ് വരുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ടോ. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, മനസ്സിലായോ? ധോത്തി 1 പീസ് ക്യാൻ യു ഷോ. ധോത്തി 1 പീസ് ക്യാൻ യു ഷോ. ഓ, ധോത്തി 1 പീസ് സിംഗിൾ ധോത്തി മീൻസ് ഇത് എനിക്ക് തോന്നുന്നു ഒരു ലെയറായിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കട്ടിയുണ്ട് മാം, ഇതിന് പേടിക്കൊന്നും വേണ്ട. ഇത് പ്രീമിയം ക്വാളിറ്റി GTയുടെ ഐറ്റമാണ്. ഇതാ കണ്ടോ ധോത്തി. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്, കട്ടിയുണ്ട്, ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഡിഡ് യു സേ നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് ലൈഫ് യു വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഓ ഡ്രൈ ഇതെല്ലാം തിരിഞ്ഞാണല്ലോ മോനെ വരുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു സെറ്റ് മുണ്ടാണ്. നമുക്കിതിൻ്റെ സെറ്റ് സാരി അവൈലബിൾ ആണ്, സെറ്റ് മുണ്ടും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വിഷുവിന് ഇറക്കിയിരുന്നു, ഇപ്പോഴാണ് പക്ഷേ ഇത് ക്ലിക്കായത്. വിഷുവിന് ആരും ഇത് കണ്ടിട്ടില്ലായിരുന്നു. കാര്യം വേറെ ഒരു ഷോപ്പിലും വന്നില്ല. ഇപ്പോൾ എവിടേക്കോ ഷോപ്പുകളിൽ വന്നു. കാരണം GT ബ്രാൻഡ് നമ്മൾ മാത്രമല്ല വലിയ ഷോപ്പുകളെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വന്നു. ആൾ തീരെ കുറവാണ്. ലൈവ് നമ്മൾ നിർത്തും. അഞ്ജലി എവിടെ? മൈ ഫ്രണ്ട് അഞ്ജു ഇന്ന് സാരി സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. താങ്ക്സ് അഞ്ജു ഡിയർ കേട്ടോ. എന്നാ അഞ്ജലി ഇതാ അവിടെ ഇപ്പം പറഞ്ഞു കൊടുക്കുക. അഞ്ജലിക്കുള്ളത് അഞ്ജലി തന്നെ. എൻ്റെ അഞ്ജലി വന്നാൽ എൻ്റെ കുഞ്ഞു പിള്ളേരെ കുത്താ വന്നേക്കുന്നത്. അഞ്ജലിക്കൊക്കെ ഒരേ ജോലി ഉള്ളതുകൊണ്ട് അഞ്ജലി ആ ജോലി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി നിൽച്ചോന്നായിരുന്നു. അഞ്ജലി ഞാൻ ആവുന്ന വിളിച്ചാൽ തമ്മിൽ എടുത്തിട്ട് അഞ്ജലി അങ്ങ് പോയി. അഞ്ജലിക്ക് കുറേ ജോലിയുണ്ട്, സത്യം അഞ്ജലിക്ക് കുറേ ജോലിയുണ്ട്. അതുകൊണ്ട് അഞ്ജലി അതെടുക്കുക. മീൻസ് ധോത്തി ക്യാൻ യു ഷോ. സാർ വിദ്യാർത്ഥി കാണിക്കാമോ? എനിക്ക് സാർ വിടർത്തി കാണിക്കാമോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചി എനിക്ക് വയ്യ, സാർ വിദ്യാർത്ഥിയെ കാണിക്കാമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സാർ വിടർത്തി കാണിക്കാമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നൊരു എനിക്കൊരു ഉണർവില്ല, നിങ്ങൾക്ക് ഉണർവില്ല, ആളില്ല. ഇത്രയും പേരെ വെച്ച് നമ്മളത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ബാക്ക് ചെക്ക്ഡ് സാരി പ്രൈസ് 589, 589 മോനെ മാറ്റിക്കോ മോനെ. അടുത്തൊരു സെറ്റ് ഉണ്ട്, ടിഷ്യൂവിൻ്റെ ഒരെണ്ണം കാണിച്ചു കൊടുക്കാം. അങ്ങോട്ട് മേടിക്കും, അങ്ങോട്ട് വെച്ചു, അങ്ങോട്ട് കൊണ്ട് വെച്ചു, മടക്കി നോക്കണ്ടത്. ഫസ്റ്റ് ഇതാ അടുത്തൊരു പ്രീമിയം ക്വാളിറ്റി. പ്രീമിയം ടിഷ്യൂവിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി. ക്ലിയർ ആണോ വീഡിയോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റ് ചുരിദാറുണ്ട് കേട്ടോ, ഉണ്ട്. കുർത്തി എത്തിയിട്ടില്ല, സൺഡേ അല്ലേ? സൺഡേ ആയതുകൊണ്ടായിരിക്കും. ഇത് കണ്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റി. 948 രൂപ വരുന്ന പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ലതാണ്. 2.8 ആണ്, നല്ല ക്വാളിറ്റിയാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റമാണ്. സൺഡേ അല്ലേ? എസ് ക്ലിയർ എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോൾ ഇന്ന് മൽക്കോട്ടൺ സാരീസും കുറേ സാരീസ് കാണിച്ചു. മൽക്കോട്ടൻ്റെ കുറേ വെറൈറ്റീസ് കാണിച്ചു. ഖാദി കോട്ടൺ കാണിച്ചു. പക്ഷേ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ആൾ കുറവാണ്. മിറർ അജ്രക് ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ഷോ മീ ദി സാരി. കാണിച്ചുതരാം. ഫസ്റ്റ് കാണിച്ച കോട്ടൺ സെറ്റ് മുണ്ട് റേറ്റ് മോനെ. ഫസ്റ്റ് കാണിച്ച കോട്ടൺ സെറ്റ് മുണ്ട് റേറ്റ്, ഫസ്റ്റ് കാണിച്ചത് കോട്ടൺ സെറ്റ് മുണ്ട് അല്ലായിരുന്നു മാം, ടിഷ്യൂ ആയിരുന്നു.
ഇത് ടിഷ്യൂ ആണ്, രണ്ടാമത് കാണിച്ച കോട്ടൺ ആണ്. അതിൻ്റെ വില പറഞ്ഞുതരാം. വിലയുള്ള 1000 എബോണ്ട്. ഇതിന് 1098 രൂപ. ഇത് പ്രീമിയം ആണ് കാണിക്കുന്നത് കേട്ടോ, കുറഞ്ഞല്ല. നമ്മൾ കുറഞ്ഞത് അങ്ങനെ അത്രയും കാണിക്കുന്നില്ല. 1098 വരും. ഇറ്റ് ഈസ് റെയിനിങ് വെൽ. അതെ, മഴയാണ്. മെൻസ് ധോത്തി. എവേ ടൈം ഇറ്റ്സ് ഓക്കെ. 2.6 ഉണ്ട് അല്ലേ മാം? എല്ലാം 2.8 ആണ്. കൂടുതലും 2.8. നിങ്ങൾ 2.6 വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി, ഒരു 10 സെൻറ്റിമീറ്റർ വീതം. ഒന്നീ 2.5 വരും, അല്ലെങ്കിൽ 2.8 വരും. നമ്മൾ 2.6 അങ്ങനെ എടുക്കാറില്ല. 2.5 വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം നീളം കുറഞ്ഞൊരു പരാതി വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വീവർ പുള്ളി ചില്ലറക്കാരനല്ല, എല്ലാ വലിയ ഷോപ്പിലും കൊടുക്കുന്ന വീവറാണ്. ഒന്നല്ല 2-3 വീവറുണ്ട്. എല്ലാം നല്ല വീവർമാരായതുകൊണ്ട് അവർ ചെറുതുണ്ടാക്കാറില്ല കേട്ടോ. എവേ ടൈം ഇറ്റ്സ് മനെ ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ മിറർ സാരി ഇവിടെ വെച്ചേക്കുന്നേ, ഇവിടെ ഇല്ല മിറർ സാരി. പിന്നെ നമ്മുടെ കർച്ചീഫ് ഇരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ കടയിൽ നിന്ന് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് കർച്ചീഫ് കിട്ടും കേട്ടോ. ഞങ്ങളുടെ പ്രൈസ് അത് നോർമൽ ഹോൾസെയിൽ കടക്കാർക്കല്ലേ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നിസ്സാര കാര്യം അതാ. അതിന് പോലും നമ്മുടെ പ്രൈസ്. എന്നിട്ട് ഇവിടെ വന്ന് പിന്നെ ഈ വീഡിയോ കാണുന്നത് ഒന്ന് ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും. ഇത് കണ്ടോ, റെഡ് റോസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. കമ്പനി പ്രൈസ് 198. നമ്മുടെ പ്രൈസ് 12 149 രൂപ. ബ്രാൻഡഡ് ഐറ്റമാണ് ഇത്. കമ്പനി പ്രൈസ് 198, നമ്മുടെ പ്രൈസ് 149. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് പോലും നമ്മൾ എന്ത് കുറച്ചാണ് കൊടുക്കുന്നത് അറിയാം. എന്നിട്ട് നിങ്ങൾ പിന്നെയും വന്ന് പരാതി പറയും. ഇത് കണ്ടോ 165 രൂപയാണ് 12 പീസിന് കമ്പനി ഐറ്റം. ഹിറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, നല്ല ഐറ്റമാണ്. നമ്മുടെ പ്യുർ കോട്ടൺ ആണ്. നമ്മുടെ പ്രൈസ് വെറും 98 രൂപയുള്ളൂ. ഒരു കർച്ചീഫ് പോലും നമ്മൾ ഹോൾസെയിൽ വിലയ്ക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് ചിലർ വന്നിട്ട് അവസാനം ഒന്ന് ഡിസ്കൗണ്ട് ചോദിക്കുക. നമ്മുടെ വീഡിയോ കണ്ട് ഡിസ്കൗണ്ട് ചോദിക്കുന്നവരോട് ഞങ്ങൾ ഇനി മിണ്ടത്തില്ല. കാരണം അവർക്കറിയാം നമ്മൾ ഇത്രയും ഇത് കണ്ടോ 255 രൂപയാണ് കമ്പനി പ്രൈസ്. റെഡ് റോസ് ബ്രാൻഡിൻ്റെ 255 രൂപ, നമ്മുടെ പ്രൈസ് 149 രൂപ. അങ്ങനെയാണ് നമ്മൾ എന്ത് പ്രൊഡക്റ്റും അത് വിൽക്കാവുന്നതിൻ്റെ പരമാവധി. ജെൻസിൻ്റെ കർച്ചീഫ് അങ്ങനെ തന്നെയാണ്. 35-40 MRP ഉള്ളതിനൊക്കെ 25 നമ്മുടെ കാണത്തുള്ളൂ. എത്രയും വില കുറച്ചായിരിക്കും കൊടുക്കുന്നത്. ഓർ ദെയർ കട്ട് വർക്ക് സാരീസും തിരുവല്ല മാം. കോട്ടൺ സെറ്റുമുണ്ട് റേറ്റ് പറഞ്ഞുതരാം. നമ്മളാ കണ്ടത് ഇത് 1298 വേറെ കോട്ടൻ്റെ കുറേ സെറ്റുമുണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അറിയാമല്ലോ, ഇതിൻ്റെ വീവിങ് ഡിസൈൻ, ഇതൊരു സ്പെഷ്യൽ ഡിസൈൻ ആണുണ്ട്. ഇത് 1298. പക്ഷേ ഇത് എടുക്കാൻ ഉള്ള കസ്റ്റമർക്ക് അറിയാം അത് ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. മോനെ ഇവിടുന്ന് ടിഷ്യൂവിൻ്റെ ഒരു ലൈൻ സെറ്റുമുണ്ട്, ക്വാളിറ്റി ഉള്ള ഒരു ലൈൻ സെറ്റുമുണ്ട് കാണിച്ചു തരാം. കുറഞ്ഞതൊക്കെ അവസാനത്തേക്ക് വെച്ചേക്കാം. ഞങ്ങൾ കുറഞ്ഞ അങ്ങനെ കാണിക്കാത്തതിൻ്റെ കാരണം കുറഞ്ഞത് കാണിച്ചാൽ പിന്നെ അതെടുക്കാനായിട്ട് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 798 നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറ്റുമുണ്ട്. ദിസ് ഈസ് ഇൻ എറണാകുളം MG റോഡ്. ഷോപ്പ് നെയിം കരിഷ്മ സിൽക്സ്. സജിത മാം മെൻസ് ധോത്തി കാണിച്ചു തരാം മാം. പ്ലീസ് ഷോ അജ്രക് മിറർ സാരി കാണിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്തോളും. അജ്രക് മിറർ സാരി 132 ലൈക്ക് ഉണ്ട്. 150 ലൈക്ക് ആവുന്ന സമയത്ത് ഞാൻ അജ്രക് മിറർ സാരി കാണിക്കും. ഞങ്ങൾക്കും ഇല്ലേ വാശിയും ഇതൊക്കെ. കാരണം നല്ല ഐറ്റംസ് കാണിച്ചാലും നിങ്ങളൊരു ലൈക്ക് പോലും തരത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ ഇത് പൈസ ചോദിക്കുന്നില്ല, ഓർഡർ ചോദിക്കുന്നില്ല. ഞങ്ങൾ ആകെ ചോദിക്കുന്ന ഒരു ലൈക്ക്, ജസ്റ്റ് ഇങ്ങനെ തൊടുന്നൊരു ലൈക്ക്, അതുപോലും തരാൻ ഭയങ്കര മടിയാണ്. കണ്ടോ, ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈൻസ് വരുന്ന സെറ്റുമുണ്ടാണ്. 2.8 ആണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. പ്രൈസ് വരുന്നത് 798 കേട്ടോ, 798 കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കുറേ ഐറ്റംസ് സാരി കാണിച്ചു. ആദ്യം തൊട്ട് ഒന്നുകൂടെ കാണിക്കേണ്ടി വരും. മോനെ നമ്മൾ ഓപ്പൺ ചെയ്ത സാരികളെല്ലാം ഒന്നുകൂടെ കാണിക്കാം. അതിനകത്ത് ഒരു മെറൂൺ എടുത്തേ, എല്ലാം എടുക്കാം. 150 ലൈക്കായി കഴിയുമ്പോൾ നമ്മൾ അത് കാണിച്ചു തരായിരിക്കും. സർ മൈ നെയിം ഈസ് സാമുവൽ. എൻ്റെ നെയിം സിനു സാമുവൽ. ലാസ്റ്റ് കാണിക്കാം മോനെ. അത് നമ്മൾ കാണിച്ച സാരികൾ കുറച്ച് ഉടനെ പോലെ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച മൽ സാരികൾ നമ്മൾ ഒന്നുകൂടെ കാണിക്കുകയാണ്. കുറച്ച് ആൾക്കാർ പുതിയ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മല്ലിലെ നല്ല വണ്ടി കൗണ്ട് വരുന്ന പ്രീമിയം ക്വാളിറ്റി. ഇപ്പോൾ വില 1098 ആണ്. ചിലപ്പോൾ ഇത് കുറഞ്ഞു വരും, കാരണം നമ്മൾ ഡയറക്റ്റ് വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് വില കുറയും. പക്ഷേ ഇത് വീവിങ് ജക്കാർഡ് വീവിങ് ആണ്. ഇനിയും സാധാ ഇത് കണ്ടോ, മറ്റെന്ത് മനെ മുമ്പ് ഹാങ്കറിൽ ഞാൻ ഇതിന് 769 ഉള്ളൂ കേട്ടോ. ഈ കാണിച്ചില്ല എന്ന് പറയാം. ഇതിന് 769 ഉള്ളൂ. ഇപ്പോൾ വന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഇത് 769. ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. ഇത് ഓൺലൈനിൽ കിട്ടത്തില്ല, കാരണം ഇത് ക്വാണ്ടിറ്റി കുറവാണ്, തുണി കുറച്ച് കുറഞ്ഞതാണ്. ഇത് ഓൺലൈനിൽ തന്നിട്ട് പരാതി പറയാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ തരില്ല. പിന്നെ മൽക്കോട്ടൺ വാങ്ങിക്കുന്നവർ ഒരു കാരണവശാലും റിട്ടേൺ ഇല്ല. നിങ്ങൾ ഫാബ്രിക് എന്താണെന്ന് മനസ്സിലാക്കി മാത്രം വാങ്ങിക്കുക. ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മാക്സിമം മൽക്കോട്ടൺ വാങ്ങിക്കാതിരിക്കുക. അല്ലെങ്കിൽ കാരണം അമ്മമാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല. ഇത് ചുളുങ്ങിപ്പോവും, ഭയങ്കരമായിട്ട് ചുരുങ്ങിയിരിക്കും, കഴുകാനൊക്കെ പാടായിരിക്കും, ഇങ്ങനെ ദേഹത്തോട്ട് ഒട്ടിയിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഉള്ള കാര്യം പറഞ്ഞുതരാമല്ലോ. സാർ ഹൗ പേ ഗോൾഡൻ സാരി. ഗോൾഡൻ സാരിക്ക് നമ്മുടെ വാട്സപ്പിൽ ഗോൾഡൻ സാരി 2-3 റേറ്റിലുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡർ ഇതാണ്. ഇത് 798. ഇത് ഇവിടെ കിടന്നോട്ടെ 789, സോറി 769. അടുത്ത ബോർഡർ കണ്ടോ, നമ്മുടെ നല്ല രസമുള്ളൊരു ബോർഡറാണ്. ഈ ബോർഡർ കണ്ടോ, ഇത് സൂപ്പറാണ്. മോനെ ഓരോ ബോർഡർ എടുത്ത് തന്നെ. അപ്പോൾ ഇതൊരു ബോർഡറുണ്ട്, ഇതൊരു ബോർഡറുണ്ട് കണ്ടോ. ഇനിയും ഈ ബോർഡറുണ്ട് കണ്ടോ, നല്ല ബോർഡറാണ്. നോക്കിക്കുക, നല്ല രസമുള്ള ബോർഡറാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം മാക്സിമം എടുക്കുന്നതായിരിക്കും നല്ലത്. ആർക്കെങ്കിലും എടുത്തു കൊടുത്താൽ അവർക്ക് മൽക്കോട്ടനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പറയില്ല, കരിഷ്മയിൽ നിന്ന് എടുത്ത മൽക്കോട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, ചുളുങ്ങിയിരിക്കുന്നു എന്ന് പറയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി ചില ക്വാളിറ്റിയൊക്കെ വിൽക്കാൻ. മുണ്ട് സെറ്റ് വിത്ത് ബ്ലൗസ് ഹിയർ,
ഉണ്ട് മാം സാർ. 535 ആളുണ്ട്, 535 പേരുണ്ട്, ഇടയ്ക്ക് വന്നിരുന്നു. കണ്ടോ ഇത് കണ്ടോ, നല്ല ആഷ് കളറിൽ നല്ല ജക്കാർഡ് വീവിങ് ടെമ്പിൾ ഡിസൈൻ. ഇതാ ഇവിടെയൊക്കെ 2-3 ടെമ്പിൾ ഡിസൈൻ വരുന്ന ഇത് 1098. അപ്പം ഇതുണ്ട്. ഇനി മോനെ ഒരു കളർ ഉണ്ടാകുന്നില്ല മോനെ നമ്മുടെ ലാവണ്ടറിനകത്ത്. അല്ല ഇത് നമ്മളെടുത്ത് ഇരിപ്പുണ്ട് ഇവിടെ, അതും കാണിച്ചിട്ടില്ല. നമ്മളത് ഓപ്പൺ ചെയ്തായിരുന്നു. ഇത് ബാക്കി എടുക്കാത്ത ഇത് കണ്ടോ, അടിപൊളി ഡിസൈനാണ് ഇത്. കണ്ടോ ഇത് 769, ഇത് 1098 രൂപ വരും, 1098 വരും കേട്ടോ. കാരണം ക്വാളിറ്റി നല്ല വേരിയേഷൻ ഉണ്ട്, ജക്കാർഡ് വീവിംഗ് ഒക്കെ വരുന്നുണ്ട് ക്വാളിറ്റി. അപ്പോൾ പറഞ്ഞത് ഓർത്തുകൊള്ളുക. പിന്നെ എന്താ ഇതുണ്ട്, ഇതും ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് 1098 ആണ് സ്റ്റോക്ക് ഉള്ളത്. ഇത് കുറഞ്ഞതിലെത്തുന്നുണ്ട് കേട്ടോ, 1098 വിലയുണ്ട്. അപ്പം ഓക്കെ, ഇത് നമ്മൾ കണ്ടു. ടിഷ്യൂവിൻ്റെ കാണിച്ചു തരാം. ടിഷ്യൂ ഉണ്ട്. ഹൈ ഡു യു ഹാവ് എ സെറ്റ് ഓഫ് സാരീസ്. വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിച്ചില്ലേ മോനെ, ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട്. ഇതിൽ എന്താ അഞ്ജലി ചോദിച്ചത്? കണ്ടോ ഇങ്ങനെ കളറുകളൊക്കെ ഉണ്ട്. അപ്പം പല വിലയുടെ നമുക്ക് മൽക്കോട്ടൺ സാരീസ് ഉണ്ട്. നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ പരമാവധി സെലക്ഷൻ നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഇത് സാരികൾ 589 രൂപയുള്ളൂ. അയ്യോ താഴെ പോയി മോനെ, അത് താഴെ വന്ന് എടുത്തേക്കണേ. പിന്നെ ഇത് കൂടാതെ ഈ നൂറ്റ് മാത്രമേ ഇനി എടുത്ത്, പിന്നെ ഈ ഡിസൈനും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡിസൈനും നമുക്ക് അത് ഞാൻ കാണിച്ചോളാം മോനെ. ഈ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ല രസമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കിടന്ന് കളിക്കുന്ന ഡിസൈൻ ഇത് തന്നെയാണ്. ഇത് നമുക്ക് കൂടിയ റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. മെൻസ് ധോത്തി ഷോപ്പ് പ്ലീസ് മാം. നോക്കാം മെൻസ് ധോത്തി ഇതൊന്ന് കഴിഞ്ഞോട്ടോ, ഇത് വേറെ സെക്ഷനാണ് മാം. മെൻസ് ധോത്തി കാണിച്ചു തരാം മക്കളെ. നോക്കാത്തതെല്ലാം കേട്ടോ. ഇവിടെ വെച്ച് കണ്ടോ, ഈ സാരി ഇന്നത്തെ ഒരു ഹൈലൈറ്റ് സാരിയാണ്. മൽക്കോട്ടണിൽ വരുന്ന നമ്മുടെ എന്തായിരുന്നു ഹിബിസ്കസ്. എനിക്ക് ആ വാക്ക് ചെമ്പരത്തി, എനിക്ക് മലയാളം മതി. ചെമ്പരത്തി, നമ്മുടെ ചെമ്പരത്തി പൂ വരുന്ന ഒരു മൽ കോട്ടൺ സാരിയാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. മെൻസ് സാരി കാണിക്കാം, മെൻസ് ധോത്തി കാണിക്കാം മാം കേട്ടോ. അപ്പം അതാ ഇങ്ങനെ ഇത് മെൻസ് ധോത്തി എങ്ങനെയാണ് കാണിക്കുന്നത്, കുറേ കളറുകൾ വരില്ലേ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതിന് 900 എത്രയായിരുന്നില്ല, 998, 998 കേട്ടോ. ഈ സാരി ഇതിൻ്റെ കളറുകൾ നമുക്ക് അതായത് മല്ലിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മല്ലിനെ സ്നേഹിക്കുന്ന, മൽക്കോട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഒരു അജറക്കായക വെരി കളറുണ്ടോ ചേട്ടാ, വേറെ കളർ നോക്കാം. സൂപ്പർ സാരി പറയുന്നവർക്ക് പറ്റിയ വീതി കുറച്ച് ബോർഡറുള്ള കോട്ടൺ സാരി കാണിച്ചു തരുമോ? പ്രായമുള്ളവർക്ക് പറ്റിയ അതുകൊണ്ട് മാം, അത് നമുക്ക് വേറെ കാണിച്ചു തരാമല്ലോ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ കാണിച്ചായിരുന്നു കണ്ടോ, ഇത് അടിപൊളിയാണ്. പിന്നെ വേറെ ഒരു അടിപൊളി മക്കളെ, ഇതൊന്ന് പിടിച്ചു മോനെ. ഇതിന് എത്രയായിരുന്നു മോനെ? 800. ഇത് അടുത്ത കണ്ടോ, നമ്മുടെ ഗംഗാ ജമുന ബോർഡർ പോലെ വരുന്ന ഇതവിടെ കണ്ടോ, റെഡ് നല്ല രസമുണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ ഇത് യെല്ലോ വരുന്ന നല്ലൊരു രസമുള്ളൊരു ഒരു മൽക്കോട്ടൺ സാരി. ഇതൊക്കെ പെട്ടെന്ന് ഉടുത്തോണ്ട് എവിടെയൊക്കെ പോകാം കേട്ടോ. സൂപ്പറാണ്. 869 അങ്ങോട്ട് ഇതിൻ്റെ വിലയുള്ളൂ. ഇതൊക്കെ വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. 869 രൂപയുള്ളൂ കേട്ടോ. നല്ല ഐറ്റമാണ്, നല്ല സോഫ്റ്റാണ്. ഇത് ഉടുക്കാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഈ സാരി ഭയങ്കര എളുപ്പമായിരിക്കും, ഉടുത്താൽ നല്ല ഭംഗിയായി. നമ്മുടെ മൽക്കോട്ടണിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി 989 രൂപ. ഈ ചെക്ക് നിങ്ങൾ എടുക്കാതിരിക്കരുത്, വേറെ ലെവൽ സാരിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഓ വെരി നൈസ്. ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഹിബിസ്കസ് സാരി. അതെ കണ്ടോ. അപ്പോൾ അത് കണ്ടു. ഇത് കണ്ടോ, ചെക്കിൻ്റെ ഒരു വൈറ്റോടെ കാണിച്ച മോനെ മക്കളെ. ഈ നൂത്ത സാരികൾ മാത്രമേ വെക്കാവൂ, ബാക്കി കേട്ടോ, അല്ലെ എല്ലാം കണ്ടോ അടിപൊളി. ഇതുണ്ട്. പിന്നെ ഈ ചെക്കിന് കുറവാണ് മോനെ. ഇവിടെ ഇപ്പോൾ വീണ ചെക്കിൻ്റെ ആ ചെക്കിങ് എടുത്തേ. ഇത് കണ്ടോ, ഇതിനും 989 വരുന്നില്ലേ, ആ റേഞ്ച് വരുന്ന പ്യുവറാണ്. ഇനി ഇത് കണ്ടോ, തന്നെ മതി, കുഴപ്പമില്ല. കണ്ടോ ഇത് കണ്ടോ, ഇതിന് 589 ഉള്ളൂ കേട്ടോ. നല്ല രസമുള്ള ഈ ഒരു ചെക്സ്. ഇതിൻ്റെ ഡാർക്കും ലൈറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലൈറ്റും ഡാർക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വേർ ഈസ് ദി അജ്രക് സാരി? ഇറ്റ് ഈസ് ഓവർ 1. ഓക്കെ, ഇപ്പോൾ എടുത്തുതരാം. 150 മേളിൽ പോയി അജ്രക് സാരി കാണിക്കാൻ ഇവിടെ. അതിന് മുമ്പ് കാണിച്ചെല്ലാം അവിടെ ഒന്നുകൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. മോനെ ഇത് മാറ്റിക്കും. ഈ ഓപ്പൺ ചെയ്തത് മാത്രം ഇവിടെ വെക്കുക കേട്ടോ. ബാക്കിയല്ല എല്ലാം കൂടി നേരെ കേട്ടോ. ഇതെന്ത് ചെയ്യും മറ്റേ അജ്രക്കിൻ്റെ ഒരു മെറൂൺ. അപ്പം അജ്രക് സാരി നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ ഇതാ അജ്രക് സാരി. അജ്രക് സാരിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ പറയുമോ? എന്താണ് അജ്രക് സാരിയുടെ, ഈ അജ്രക് സാരിയുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ അജ്രക് സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവുമോ എന്നറിയാനാ, അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല. മിറർ കറക്റ്റ് മനസ്സിലായി കേട്ടോ. ഈ അജ്രക് സാരി മിററുണ്ട്, പക്ഷെ ഒത്തിരി ഓവർ മിറർ അല്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിററാണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണണോ ഈ സാരി? ഇതൊരു സെമി മെഡാൽ പോലെ തോന്നിക്കും. ഹിബിസ്കസ് ഹിബിസ്കസിൻ്റെ പ്രൈസ് 900 എത്രയാണ് അതിൻ്റെ വില? 900 സംതിങ് ആണ്. 989 69 998. ഹിബിസ്കസിൻ്റെ പ്രൈസ് അത് ആ വിലയല്ല, 1100 രൂപയാണ്. ഞാനത് പരമാവധി കുറച്ചിട്ടേക്കുക. 1000 എബോ മിറേഴ്സ്. അതെ ഒത്തിരി മിററുണ്ട് ഇതിനകത്ത് കേട്ടോ. ഒരുപാട് മിററുള്ള സാരിയാണ്, നല്ല ക്വാളിറ്റിയാണിത്. ഇതാ കണ്ടോ,
പല്ലൂലും നല്ല മിറർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എടുത്തുകൊണ്ട് എവിടെ പോകാം. എന്നാൽ വലിയ ചിലതിൻ്റെ മിറർ എന്ന് പറഞ്ഞാൽ ഓവറായിരിക്കും. നമ്മളെവിടെയും പോകുമ്പോൾ തിളങ്ങി നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കുന്നതാണ്. നമ്മൾ വഴിയെ കൂടെ ഒക്കെ പോകുമ്പം നമുക്കൊരു ചമ്മലായിരിക്കും അല്ലേ ചില ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് പോകുമ്പോൾ. പണ്ട് എനിക്കൊരു മഞ്ഞ ഷർട്ട് ഉണ്ടായിരുന്നു, ചെറിയ എൻ്റെ പഴയ കടയിൽ നിന്ന സമയത്ത് കല്യാണത്തിലൊക്കെ ഞാൻ ആ മഞ്ഞ ഷർട്ട് കണ്ടോ കയ്യിലുണ്ട് കേട്ടോ, കയ്യിൽ കണ്ടോ ബ്ലൗസിൻ്റെ കൈ ഇവിടെ കണ്ടോ ഇങ്ങനെ മിററുണ്ട്, കാണാൻ പറ്റുന്നു. ഇത് ബ്ലൗസിൻ്റെ കൈ വരുന്നതാണ്. അപ്പോൾ ആ മഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് അന്നൊന്നും ആരും അങ്ങനെ കളർ ഉപയോഗിക്കുന്ന വർഷമല്ല, ഞാൻ പറയാം എനിക്കൊരു 18-20 വയസ്സുള്ള സമയത്തെ കാര്യം പറയുന്നത്. അപ്പം ഒരു 30 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്നൊന്നും ആരും അങ്ങനെ ഈ മഞ്ഞൊന്നും ഉപയോഗിക്കത്തില്ല, മഞ്ഞ കളറൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കത്തില്ല. അപ്പോൾ എനിക്ക് മഞ്ഞയും പച്ചയൊക്കെ എനിക്കുണ്ട്. അപ്പം ഇത് നരയ്ക്കാൻ വേണ്ടി ഞാൻ വെയിലത്തിടും, രാവിലെ കൊണ്ടുവന്ന് വെയിലത്തിട്ടിട്ട് വൈകിട്ട് വരെ വെയിലത്തിടും നരയ്ക്കാൻ വേണ്ടി. പക്ഷെ നരയ്ക്കത്തില്ല, കടുത്ത മഞ്ഞ കളറാണ്. അപ്പം ഇതിപ്പോൾ പറയാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് മറന്നുപോയില്ല. ഞാൻ അവിടെ അതിട്ടുകൊണ്ട് എതുവഴി പോയാലും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര നാണം കേടാം. അപ്പോൾ അന്ന് ഒരുപാട് പൈസ ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഷർട്ട് കളയാൻ പറ്റത്തില്ല, നമ്മളത് ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊണ്ട് വെയിലത്തിട്ട് അതിനെ നമ്മൾ നരപ്പിക്കാൻ നോക്കും. പക്ഷേ എന്ത് ചെയ്താലും ഈ മഞ്ഞ നരക്കത്തില്ല. മഞ്ഞ ഉണ്ടായിരുന്നൊരു പച്ച ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ആർക്കും അങ്ങനെയുള്ള കളർ ഷർട്ടുകളൊന്നും കിട്ടാനില്ല. ഞാനത് അന്നത്തെ കാലത്ത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അടൂരിൽ നിന്ന് കോഴിക്കോട്ട് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അന്നേ കോഴിക്കോട് കേരളത്തിലെ ഫാഷൻ നഗരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, കോഴിക്കോട് കാസർഗോഡൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇതിനകത്തെ മിറർ വലിയതായിട്ട് അറിയത്തില്ല. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ ഒരു ചമ്മലിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. മിറർ ഉണ്ട് പക്ഷേ എന്നാൽ മിറർ ഇല്ല എന്ന് തോന്നിക്കാം കേട്ടോ. ഇത് കണ്ടോ കയ്യേലും ആ ഒരു മിററുണ്ട്. ബ്ലൗസിൻ്റെ കയ്യിൽ മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ നിങ്ങൾക്ക് കണ്ടോ ബ്ലൗസിൻ്റെ കയ്യിൽ മിറർ കണ്ടോ, ഇതാ കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലൗസിൻ്റെ കയ്യിൽ മിറർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. കോഴിക്കോട് അതെ അന്നത്തെ കാലത്ത് 30 വർഷം മുമ്പ് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചായിരുന്നു ആ ഷർട്ട്. അതിട്ടുകൊണ്ടായിരുന്നു ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ എല്ലാവരും എന്നെ നോക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എനിക്ക് നാണം കേടായി അല്ലാത്തപ്പോൾ പോകാൻ. കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുപോലെയാണ് ഇത്, വലിയ ബഹളമൊന്നുമില്ല, നല്ലതാണ്. ഇതിൻ്റെ കളറുകൾ കാണണോ? ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് കമ്പനി പ്രൈസ് 920. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മുടെ കമ്പനി 940 കമ്പനി പ്രൈസ്. പക്ഷേ നമ്മുടെ പ്രൈസ് 869 രൂപ മാത്രമേ ഇട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ വേറെ ഡിസൈനും നമുക്ക് വരാനുണ്ട്. ഓണം അടുപ്പിച്ച് വേറെ ഡിസൈനും വരും. പക്ഷേ ഇതിപ്പോൾ നല്ല ഐറ്റമാണ് കേട്ടോ. ആർക്കിലൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അമ്മമാർക്കാണെങ്കിലും ഈ മിററിൻ്റെ ഒന്നും വലിയൊരു ബഹളമൊന്നുമില്ല, ഒരുപാട് മിററുണ്ട് കണ്ടോ. വീഡിയോയിൽ മിറർ അങ്ങനെ പെട്ടെന്ന് കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നല്ല സാരിയാണ്. ബാക്കി കളർ കാണിച്ചു തരട്ടെ മോനെ? ഈ കളർ ഇട്ടുകൊണ്ട് ബാക്കി കളർ ഒന്ന് കാണിച്ചിട്ടെ, കയ്യിലോട്ടുന്നാൽ ഇതാ നല്ല ഗ്രീൻ കണ്ടോ, ഗ്രീൻ നല്ല ഗ്രീനാണ്, നല്ല സാരിയാണ്. റേറ്റ് 869. ബ്ലാക്ക് കണ്ടോ, ബ്ലാക്ക് കണ്ടോ, നല്ല സാരിയാണ്. ബ്ലൂ ആണോ അവനെ? ബ്ലൂ കണ്ടോ, ബ്ലൂ സാരി. തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഒന്നും തോന്നല്ലേ. അനുപമ, ഇറ്റ് ഈസ് അറൗണ്ട് 900 സംതിങ്. യു ക്യാൻ സ്ക്രീൻഷോട്ട് ആൻഡ് വാട്സപ്പ് ദം. ഓ കണ്ടോ, കറക്റ്റാണ്. ഗ്രീൻ സൂപ്പർ. ഇത് നമ്മുടെ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചത് കണ്ടോ. ഇത് പർപ്പിൾ കണ്ടോ, പർപ്പിൾ, ബ്ലൂ, ബ്ലാക്ക്, ഗ്രീന്, മെറൂൺ എല്ലാം നല്ല കളറാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം ഒരു ഈ മിററൊക്കെ ഉള്ളൊരു പാർട്ടി വെയർ സാരിയുടെ ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇപ്പം 600 പേര് വന്നു. ലൈക്കൊക്കെ കൂടുതൽ പേര് ചെയ്യാമെങ്കിൽ നമ്മൾ വീഡിയോ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് കുറച്ചുകൂടെ ഐറ്റംസ് കാണിക്കാം. അപ്പോൾ മിറർ വെച്ച അജ്രക് സാരിയാണ്, നല്ല ക്വാളിറ്റിയിൽ. ഇതിൻ്റെ വേറെ ഡിസൈൻസും വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല സൂപ്പറാണ്. ഇപ്പോൾ ഇതിൻ്റെ 5 കളർ കണ്ടു. ഇത് നമുക്ക് ഇതും വാട്സപ്പ് വഴി വാങ്ങാം. നല്ലപോലെ ഫുള്ള് മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മിറർ ബ്ലൗസിൻ്റെ കയ്യിലും. പക്ഷേ ഒത്തിരി ബഹളമുള്ള മിറർ അല്ല കേട്ടോ. പർപ്പിൾ കളർ സൂപ്പർ എന്ന് പറഞ്ഞു. അടൂരല്ല, നമ്മുടെ ഷോപ്പ് എറണാകുളത്തെ ഷോപ്പിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കല്യാണിക്കോട്ടം കാണിച്ചു. പിന്നെ ഇത് നമ്മുടെ ഈ സാരി നമുക്ക് വരുന്നുണ്ട്, എത്തിയിട്ടില്ല. ഇപ്പോൾ ഷോപ്പിൽ വന്നാൽ കൊടുക്കാനുണ്ട്. ഇന്നും കുറേ കസ്റ്റമർക്ക് കൊടുത്തു. ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇത് ബൾക്കായിട്ട് സ്റ്റോക്ക് വരും. ഓൺലൈനിൽ ഇത് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ മറ്റേ ടിഷ്യൂ കാണിച്ചു പോണേ. പിന്നെ നമ്മുടെ മറ്റേ ടിഷ്യൂ കാണിക്കണേ. ടിഷ്യൂവിൽ 3 റേഞ്ചും ഷോപ്പിൽ അവൈലബിൾ ആണ്. 798, 898, 998. ഓൺലൈനിൽ 898 മാത്രമേ അവൈലബിൾ ഉള്ളൂ. 798 ഇല്ല, 998 ഓൺലൈനിൽ സ്റ്റോക്കില്ല കേട്ടോ. കുറച്ചേ ഉള്ളത് കൊണ്ട് വരുന്നവർ പരാതി പറയുന്നത് കൊണ്ടാണ്. ഇത് കണ്ടോ, ഇത് 898. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഒരു ക്വാളിറ്റി 3 ക്വാളിറ്റി ഉണ്ട്. മോനെ 700 കാണിച്ച മോനെ, 700 എടുത്ത് മോനെ. അത് 700 ആണ്. 700 എത്ര മോനെ? ഇത് 798 ആണ്. ഇത് നമുക്ക് ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. 998 ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. 898 നമുക്ക് ഓൺലൈനിൽ തരാം കേട്ടോ.
ഇത് 998. 3 ക്വാളിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൽ കുറഞ്ഞൊരു 579 ഒക്കെ വരുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ടിഷ്യൂ ഫാബ്രിക് ആണ്. ഇതൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫാബ്രിക് അറിഞ്ഞിട്ട് മാത്രം വാങ്ങിക്കുക, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. കാരണം നമ്മുടെ സാധാരണ സെറ്റ് സാരി പോലെയല്ല, നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഒന്നുമില്ല, ഒരു കാരണവശാലും റിട്ടേൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാബ്രിക് എന്താണെന്ന് മനസ്സിലാക്കി വാങ്ങിക്കുക. അമ്മമാർക്കൊന്നും വാങ്ങിച്ച് മാക്സിമം കൊടുക്കാതിരിക്കുക, കാരണം അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ഫാബ്രിക് ഭയങ്കര വേറൊരു ടൈപ്പ് ഫാബ്രിക്കാണ്, പക്ഷേ പിടിച്ചുപറിയാണ്, സാധനം ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങുക. കണ്ടോ, ഇതും നമുക്കുണ്ട്, ഈ ഒരു കളറിലുണ്ട്, പിങ്കിലും ഉണ്ട്. 798 ഉള്ളൂ പ്രൈസ്. ഇതും ഓൺലൈനിൽ അവൈലബിൾ അല്ല, ഷോപ്പിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ മറ്റന്നാളത്തേക്ക് നമ്മൾ എത്തിക്കാം കേട്ടോ. ഇനി മിക്സഡ് കളേഴ്സ് കണ്ടോ, മെറ്റീരിയൽ ടിഷ്യൂ ആണ് മാം, കണ്ടോ അടിപൊളിയാണ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. എത്ര നേരം ലൈവ് കണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും. നിർത്തിയാലോ, 1 മണിക്കൂറായി. 586 പേരുണ്ട്, പക്ഷേ നിങ്ങൾ ലൈക്കും തരാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാരില്ലേ. അപ്പോൾ പിന്നെ നമ്മളിന്ന് ഇത് കാണിച്ചു, ചെക്ക് സാരി കാണിച്ചു, ഇതുപോലുള്ള ചെക്ക് സാരി കാണിച്ചു, ഇങ്ങനെയുള്ള ചെക്ക് സാരി 589 പേടിച്ചു പോയി. 589 ചെക്ക് സാരി കാണിച്ചു. ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ചെക്ക് സാരി നമുക്ക് ചന്തേരിൽ വരുന്നതിനെക്കാട്ടി നല്ല സുഖമാണ്. മൽ കോട്ടൺ, ഇതിൻ്റെ കുറേ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഒരു ഡാർക്ക് കളർ കാണിച്ചു, അതിൻ്റെ ഒരു ഡാർക്ക് കളർ എടുത്തു. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് ഭയങ്കര, ഇത് നിങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ എടുത്തോ, എന്ത് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്, കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതിൻ്റെ ഡാർക്ക് ഇവിടെ ഉണ്ടോ, ഇതിൻ്റെ ഡാർക്ക് താഴെയായിരിക്കും എടുത്തുന്നത്. കണ്ടോ, ഇത് കണ്ടോ, അടിപൊളി, കണ്ടോ, സൂപ്പറാണേ. ഷോ മീ അനദർ കളർ, കണ്ടോ അടിപൊളി നൈസ് സാരി, കണ്ടോ ഇതിന് 589 ഉള്ളൂ. നല്ല ക്വാളിറ്റി, ഇത് നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്, നല്ല മല്ലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടനാണ്, സൂപ്പർ സാരിയാണ്. നിങ്ങൾക്ക് ഓൺലൈനിലും വാങ്ങാം. പിന്നെ മൽക്കോട്ടൻ എന്താണ്, ചുളുങ്ങിയൊക്കെ ആയിരിക്കും അറിയാമല്ലോ. ഇത് അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് കൂടുതൽ ഈ സാരി ഉപയോഗിക്കുന്നത്. നമ്മൾ പള്ളി പാനൊക്കെ ഇങ്ങനെ അഴിച്ചിടാനും നമുക്കറിയാമല്ലോ. നിങ്ങൾ ഓൺലൈനിൽ കയറി നോക്കിയിട്ട് മൽക്കോട്ടൻ സാരിയിൽ നിന്ന് ഓൺലൈനിൽ അടിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണോ ഈ മൽക്കോട്ടൻ സാരി, കാരണം എനിക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം സെറ്റ് സാരി എടുക്കാൻ ഒരാൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മൽക്കോട്ടൻ സാരി ഇല്ല, കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് വണ്ണം തോന്നിക്കും എന്ന് വിചാരിച്ച് പുള്ളിക്കാരി നിന്നറിയും മൽക്കോട്ടൻ തന്നെ വേണം, ബോഡിയോട് ഒട്ടി കിടക്കുമല്ലോ, വണ്ണം കുറച്ച് തോന്നിക്കുമല്ലോ, നമ്മൾ വേറെ എവിടെയോ പോയി ഒരു മൽക്കോട്ടൻ സാരി എടുത്തു. സംഭവം കേട്ടോണം നിങ്ങൾ. സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക്, അത്രയും വണ്ണമുള്ള കുട്ടിക്ക് മൽക്കോട്ടൻ ആയതുകൊണ്ട് വണ്ണം, അത് എത്ര വണ്ണം ഉണ്ടോ ആ വണ്ണം അതുപോലെ തോന്നിച്ചു. ഒരു ശകലം പോലും ഒതുങ്ങത്തില്ല മൽക്കോട്ടൻ, ആ ബോഡി ഷേപ്പ് അതുപോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതറിഞ്ഞ് വാങ്ങിക്കുക. അതേസമയം സത്യം പറഞ്ഞാൽ അതൊരു സാധാ സാരി ആയിരുന്നെങ്കിൽ അത്രയും വണ്ണം അറിയത്തില്ല. ഇത് നമ്മുടെ ബോഡി അതുപോലെ കാണിക്കും മൽക്കോട്ടനിൽ, കാരണം അത്രയ്ക്ക് ബോഡി ഹഗ്ഗാണ് കേട്ടോ. ഇങ്ങനെ ഡാർക്കും ഉണ്ട്, 589 രൂപയ്ക്ക് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല തുണിയാണ് കേട്ടോ, നൈസ് സാരി കണ്ടോ. ഡാർക്കിൽ അടിപൊളി കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല കളേഴ്സാണ്, എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സാണ്. ഇങ്ങനെയുള്ള ഇത് കഴുകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. സർഫിനകത്തൊന്നും മുക്കി വെക്കരുത്, ജസ്റ്റ് ഷാമ്പൂല് മുക്കി കഴുകി പെട്ടെന്ന് എടുക്കുക, ഒരുപാട് പിഴിയാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അതിന് മൽക്കോട്ടൺ എടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയാവുന്നവരും ധാരണയുള്ളവരും വേണം എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ 589 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഓണത്തിന് ഒരു സെറ്റ് സാരി കൊണ്ട് എന്തായാലും ഓണത്തിന് തികയോ? നിങ്ങൾ പറ, ഒരു സെറ്റ് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഈ ഓണത്തിന് ഒരു സെറ്റ് സാരി മാത്രം മതി എന്നുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ 5 എണ്ണം വേണമെന്ന് പറയും. യൂട്യൂബിൽ ഒരു സെറ്റ് സാരി മാത്രമേ ഞങ്ങൾ ഓണത്തിന് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സെറ്റ് സാരി മാത്രമേ മതി അവരൊന്ന് പറയുമോ? 2 എണ്ണം വേണ്ടി ഒരു പറയുമോ? 3 എണ്ണം വേണ്ടി ഒരു പറയുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 എണ്ണം വേണം. കാരണം ഓണത്തിന് ഒരാഴ്ച മുമ്പ് നമ്മളൊരു ഫോട്ടോ ഇടണം, തീർച്ചയല്ലേ? സോഷ്യൽ മീഡിയ പിന്നെ നമുക്ക് വേണ്ടി ഇതിന് എത്ര അവസരങ്ങൾ തന്നിരിക്കുന്നത്. ഓണത്തിന് ഒരാഴ്ച മുമ്പ് ഒരെണ്ണം ഇടണം, ഉത്രാടത്തിൻ്റെ അന്ന് അല്ലെ തിരുവോണത്തിൻ്റെ അന്ന് ഒരെണ്ണം ഇടണം. പിന്നെ അത് കഴിഞ്ഞ് വിരുന്ന് പോകുമ്പോൾ ഒരു 3 ഫോട്ടോ എങ്കിലും മിനിമം ഇട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ത് വിചാരിക്കും? ശരിയല്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ എന്ത് വിചാരിക്കും? എല്ലാവരും 2-3 ഫോട്ടോ ഇടും. അപ്പം എല്ലാം സെറ്റ് സാരി ആവാതെ ഒരെണ്ണം ഇതിലേക്ക് ആവാം, വെറൈറ്റി ആയിരിക്കും കേട്ടോ. പ്ലീസ് ഷോ മീ ദി set skirt sometime. This is a super color. Can you show me the another type of color for order? WhatsApp. ഇതൊക്കെ നമുക്ക് വാട്സപ്പിൽ വാങ്ങാം. ഫാബ്രിക് എന്താണെന്ന് മനസ്സിലാക്കാം. റിട്ടേൺ ഇല്ല. 1 is not enough സിനു. അതെ, 1 is not enough മാം. ഒരു 3 എണ്ണമെങ്കിലും ഇല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്നോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 3 എണ്ണമെങ്കിലും ഇല്ലാതെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ? പണ്ടൊക്കെ ടൂർ പോകുമ്പോൾ നമ്മൾ ഒരു ഷർട്ടും കൊണ്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ടൂർ പോകുമ്പോൾ സത്യം പറയാമല്ലോ, ഞാൻ 1 മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ ടൂർ പോകുമ്പോൾ, ഞാനൊക്കെ ടൂർ പോകുമ്പോൾ ഒരു ഷർട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഷർട്ട്. അപ്പം ഞങ്ങളുടെ ഒരു വളരെ മിടുക്കനായ ആലപ്പുഴയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുടെ ഓണറുണ്ട്, ഞങ്ങളുടെ നല്ല അടുത്ത ഫ്രണ്ട്, വളരെ പാവമാണ് പുള്ളിക്കാരൻ. മിനിമം ഒരു 3 ടീഷർട്ട് എടുത്ത് ബാഗിൽ വെച്ചേക്കും. വൈഫും കാണും മിക്കവാറും ടൂറിന് ബാഗിൽ വെച്ചേക്കും. എന്നിട്ട് ഇപ്പം നമ്മൾ രാവിലെ ടൂറിന് പോയി കഴിഞ്ഞാൽ 3-4 സ്ഥലം കാണുമല്ലോ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ പുള്ളിക്കാരന്, അല്ലെങ്കിൽ സത്യമാണ്, ഞങ്ങൾക്കൊക്കെ അബദ്ധങ്ങൾ പറ്റും. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റ കളറിൽ ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും. ഈ പുള്ളി ഒരു 2-3 ടീഷർട്ട് എടുത്ത് എക്സ്ട്രാ വെച്ചേക്കും. എന്നിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ടീഷർട്ട്, കുറച്ച് കഴിയുമ്പോൾ ആ ടീഷർട്ട് മാറി അടുത്തിടുക, അങ്ങനെ. അതുപോലെ 3 എണ്ണം മിനിമം വേണം കേട്ടോ. 3 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ എടുക്കണം. അത് ഇനിയിപ്പോൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടത്തി ഇനിയത്തിമാർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഫോട്ടോ ഇട്ടാൽ മതി. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മളെക്കുറിച്ച് വല്ലാത്തൊരു ധാരണയായി പോകും കേട്ടോ. നമുക്കില്ലേ
അവരുടെ മുന്നിൽ ഒരു വെയിറ്റ് വേണ്ടായോ? 1 ഈസ് നോട്ട് ഇനഫ് സിനു. ഷോൾഡറിൽ ഇട്ട സാരിയുടെ പ്രൈസ് 589. നമ്മുടെ കസ്റ്റമറൊക്കെ വില പറഞ്ഞ് എത്ര പറഞ്ഞാലും അത് കേൾക്കത്തില്ല. ഇതിൻ്റെ പ്രൈസ് 589 ആണ് മാം. 500 മോനെ പിടിച്ചോ മോനെ, ഓരോന്നോട് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ പ്രൈസ് 589. പിന്നെ വെഡ്ഡിങ് സാരീസിൻ്റെ വലിയ കളക്ഷൻസ് വീണ്ടും നമുക്ക് എത്തിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വെഡ്ഡിങ് കസ്റ്റമർ ഉണ്ടെങ്കിൽ വിട്ടോളൂ, ധൈര്യമായിട്ട് വിട്ടോളൂ. സൂപ്പർ കളക്ഷൻ. മേഘേഷ് ഇന്നലത്തെ നമ്മുടെ ആ ഒരു സാരി ഇല്ലടാ, സിൽക്കിൻ്റെ മോഡൽ വന്നില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ബോക്സിനകത്തെ, അതിൻ്റെ ഒരു 2-3 കളർ എടുത്ത് തരണേ കേട്ടോ. മോനെ സമയത്തായി. ഷോൾഡർ ഈ സാരിയുടെ വില 589 ഉള്ളൂ മാം. 589 ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പം ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ലൈവ് നമുക്ക് 647 പേരുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് പേരുടെ ലൈക്കൊക്കെ ചെയ്തിരുന്ന കുറച്ചുകൂടെ ഐറ്റംസ് കാണിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഒട്ടിക്കുന്ന മുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞുങ്ങളുടെ ഒട്ടിക്കുന്ന മുണ്ടുണ്ടെങ്കിൽ ഏത് അളവ് വേണേലും ഉണ്ട്. അതുപോലെ കർച്ചിപ്പിൻ്റെയൊക്കെ വില ഞാൻ മുമ്പേ പറഞ്ഞു. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ലൈവ് കാണുന്നവർ വീണ്ടും ഒന്ന് ഡിസ്കൗണ്ട് ചോദിക്കരുത്. കാഞ്ചീപുരത്തിന് ഡിസ്കൗണ്ട് ചോദിച്ചു, ബാക്കിയൊക്കെ പരമാവധി കുറച്ചിട്ടേക്ക് വരും. ഇതുപോലെ ഒട്ടിക്കുന്ന മുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മുണ്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒട്ടിക്കുന്ന മുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒട്ടിക്കുന്ന മുണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് പ്രത്യേകിച്ച് ഓർക്കുക. അത് ഏത് സൈസ് വേണമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. 1, 2, 3 അങ്ങനെ 14 വരെ. ഈസ് ദെയർ എ ബ്ലൗസ് ടു ഗോ വിത്ത് ദിസ്? ഓക്കെ മാം. ഇപ്പോഴും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതേ മാം, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊണ്ട് മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മുണ്ട് ഇതിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിന് അല്പം കൂടെ വില വരും. ഇതിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ ചെറുതിനും വലുതിനൊക്കെ ഏകദേശം ഒരു വിലയാണ്. മോനെ ഇനി വില ഇട്ടില്ല എന്നുണ്ടോ നമ്മൾ? മറന്നു. ഇത് കൂടിയതാണ്, കുറച്ച് നല്ല ക്വാളിറ്റിയാണ്. മോനെ വില ഇല്ലേ നമ്മൾ? ഇതിനൊന്നും വില ഇട്ടിട്ടില്ല. ഇത് അത് ഒട്ടിച്ചിട്ടില്ലല്ലോ ഇതല്ലേ? അതുകൊണ്ടുണ്ട് 229 വരും. ഇപ്പോൾ ഇതിന് ഒരു 10 വയസ്സ് വരെ ഒറ്റ വിലയായിരിക്കും. 229 വരും. ക്വാളിറ്റി സൂപ്പറാണ്. ഡബിളാണ് കേട്ടോ. ഡബിളാണ്. പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർ നല്ല അവർക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. ഒറ്റ മുണ്ടല്ല, ഡബിൾ മുണ്ടാണ്. ഇത് ഡബിളാണ് കേട്ടോ. സാർ യുവർ കാർ ഈസ് ഇൻ ഇംഗ്ലീഷ് അല്ല ഈസ് ദെയർ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇതെല്ലാം ഇംഗ്ലീഷിൽ. എല്ലാവർക്കും ഇംഗ്ലീഷ് വരുന്നു കണ്ടോ. ഗുഡ് നൈറ്റ് സിനു പറഞ്ഞു കേട്ടോ. അപ്പം ഇത് കണ്ടല്ലോ 58ൻ്റെ സാരി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു സിൽക്ക് ടൈപ്പ് സാരിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിൽക്ക് മിക്സ് ഒരു 4000-5000 രൂപയുടെ സാരിയുടെ ഫീൽ കിട്ടും. ഈ ടൈപ്പ് കുറേ വന്നിട്ടുണ്ട്. ലാസ്റ്റിങ് കുറവാണ്, പക്ഷേ സെമി സിൽക്ക് അല്ല, സിൽക്ക് മിക്സ് വരുന്ന ആർട്ട് സിൽക്കാണ്. 1490 ഉള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്യുവർ സിൽക്കിൻ്റെ ലുക്കുണ്ട്. ഏകദേശം ഒരു 4000 രൂപയുടെയൊക്കെ പ്യുവർ സിൽക്ക് മിക്സിൻ്റെ ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പം ഇന്നത്തെ ലൈവ് നമുക്ക് നിർത്തിയാലോ? മതിയോ? ഒരുപാട് കണ്ടു. നമ്മുടെ ടിഷ്യൂ സാരീസ് കണ്ടു, മൽക്കോട്ടൺ സാരീസ് കണ്ടു. 580 മണിൻ്റെ ഒരു കളർ ഒന്ന് കാണിച്ചു. ഇതിൻ്റെ ഒരു നീലയുണ്ടായിരുന്നു. ഇതാണ് ബ്രൗണൊക്കെ കണ്ടോ? ബ്രൗണൊക്കെ അടിപൊളിയാണ്. നോക്കി കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? നോക്കിക്കേ കണ്ടോ? ഇതൊക്കെ ഭയങ്കര. ഇന്ന് സത്യം പറഞ്ഞാൽ അഞ്ജലി ഇത് ഉച്ചയ്ക്ക് എടുത്തിട്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി എനിക്ക് ദൂരെ നിന്ന് മനസ്സിലായത്. ഉണ്ടോ? അടിപൊളിയാണ്. അപ്പോൾ ഇതേലെ സാരികളുണ്ട്. ഇതിന് കംപ്ലയിൻസ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വായിക്കാം. ഫുഡ് എവരിഡേ സാറേ എന്തായാലും ഓക്കെ. അതൊക്കെ എല്ലാം ട്രാൻസ്ലേഷൻ വരും. എന്താണെന്ന് അറിയത്തില്ല. യൂട്യൂബ് ഇനി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയം. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സത്യമില്ല എനിക്ക് ഞാൻ വലിയ പെട്ടുപോകത്തില്ലേ? യൂട്യൂബ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള വല്ല കുതന്ത്രങ്ങൾ കാണിക്കുവാണോ എന്നെനിക്കറിയില്ല. എന്തായാലും എനിക്ക് ട്രാൻസ്ലേഷൻ വരുന്നു. ഫുഡ് എവരിഡേ എന്നൊക്കെയാണ് വന്നേക്കുന്നത്. എന്താണ് സജിത മാം പറഞ്ഞേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഫുഡ് എവരിഡേ എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചോന്നായിരിക്കും കേട്ടോ. ഈ സജിത മാം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ 589 ആണ് പ്രൈസ് വരുന്നത്. അപ്പം സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികൾ, കർച്ചീഫുകൾ ഞാൻ കാണിച്ചു. നമ്മുടെ പ്രൈസ് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. സാർ യുവർ കാർ ഈസ് ഇൻ ഇംഗ്ലീഷ് ഈസ് ദെയർ എ ട്രാൻസ്ലേഷൻ? കണ്ടോ, എൻ്റെ കാർ ഇംഗ്ലീഷ് ആയോ എന്നാണ് ദേവതാക്കമ്മത്തി ചോദിച്ചേക്കുന്നത്. അത് ഒക്കെ തെറ്റി വന്നേക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ യൂട്യൂബ് എന്നെ തകർക്കാനുള്ള പരിപാടിയാണ്. യൂട്യൂബ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് മലയാളിയായി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഓൺലൈനിലും തരാം. 898 ഓൺലൈനിൽ തരാം കേട്ടോ. 802 ഓൺലൈനിൽ തരാം. കുറച്ച് പീസുകളുള്ളൂ, 10-30 പീസ് ഇനി ഉള്ളത്. നിന്ന് കുറേ പോയി കേട്ടോ. അപ്പോൾ സന്തോഷം. എല്ലാവരോടും സ്നേഹം മാത്രം. നമ്മുടെ ഷോപ്പ് എറണാകുളത്ത് MG റോഡിൽ മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ്. നാളെ ലൈവിൽ അഞ്ജലി കുറേ ഐറ്റംസ് കാണിക്കുന്നതായിരിക്കും. അഞ്ജലിക്ക് സമയമില്ലാത്തതാണ്. പിന്നെ ഇവിടെയൊക്കെ സെറ്റ് മുണ്ട് ഇതല്ലേ പിന്നെ ഓൺലൈനിൽ, ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. വെബ്സൈറ്റിൽ സെറ്റ് മുണ്ട് വാങ്ങിക്കാമോ? നിങ്ങൾ വാങ്ങിക്കാമെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ സെറ്റ് മുണ്ട് വാങ്ങിക്കുകയും നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമല്ലോ അഞ്ജലി? പറഞ്ഞാൽ കറക്റ്റ് കൊടുക്കാൻ ഞാനൊന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് സെറ്റ് മുണ്ട് വാങ്ങിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൂടെ നമ്മൾ വെച്ച് തരാം. എന്ത് പറയുന്നു? വെബ്സൈറ്റ് വഴി ആകുമ്പോൾ അഞ്ജലിക്കൊന്നും അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. വെബ്സൈറ്റിൽ കുറേ സെറ്റ് മുണ്ടുകളുണ്ട്. അതിലൊരു 1000 രൂപയ്ക്ക് മുകളിൽ സെറ്റ് മുണ്ടുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അഞ്ജലി. ഓർത്തോണേ, 1000 രൂപയ്ക്ക് മുകളിൽ വരുവാണെങ്കിൽ ഗിഫ്റ്റോ അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറോ തരാം. ഒന്നുകിൽ ഗിഫ്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നു. ഓക്കെ, ഗിഫ്റ്റ് വൗച്ചർ അതിനകത്ത് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. വൈറ്റ് സെയിം സാരി പ്ലീസ് ഷോ സർ കണ്ടോ. അടിപൊളിയാണ്. പോൾക്കോ ഡോട്ട്സിൽ വരുന്ന അടിപൊളി ഒരു സെറ്റ് കൊണ്ടാണ്, ഒന്നും പറയാനില്ല കണ്ടോ.
എന്തൊരു ഭംഗിയായിരിക്കും ഇതൊക്കെ സത്യം. ഇതൊക്കെ നമ്മളിതൊന്ന് ഞാൻ ഇന്നാൾക്ക് പറഞ്ഞ പോലെ ഇതൊക്കെ ഉടുത്ത് നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ പണ്ട് പഠിച്ചില്ലേ, നമ്മുടെ ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളെ കെട്ടിച്ചു വിട്ട് മിക്കവാറും നിങ്ങൾ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തായിരിക്കും അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരും ഹസ്ബൻഡിൻ്റെ നാട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ, അല്ലെങ്കിൽ നമ്മളെ പണ്ട് വായി നോക്കിക്കൊണ്ടിരുന്ന മുറുക്കാൻകടയിലെ ചേട്ടന്മാരുടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നമ്മൾ ശരിയല്ലേ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ബിജിമോൾ തന്നെ അങ്ങാടിക്ക് കൂടെ പോവുകയാണെങ്കിൽ, സത്യം പറയല്ലേ, ബിജിമോൾ ആ വഴി പോവുകയാണെങ്കിൽ അയ്യോ എന്നെ ഒന്ന് കാണിക്കുന്ന ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് അവളെ വീടും അവളുടെ വീടിൻ്റെ ഏരിയ, അവൾ പഠിച്ച സ്കൂളും അവൾ പഠിച്ചപ്പോൾ അവൾ പള്ളിയിൽ പോയതും അതൊക്കെ ഒന്ന് കാണും. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കാരണം അവർ അവിടുന്ന് മാറി വേറെ ജീവിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ സെറ്റ് കൊണ്ടെടുത്ത് നിങ്ങളുടെ നാട്ടിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഐ ആം ഫ്രം മുംബൈ, അപ്പോൾ അടിപൊളി കളക്ഷൻ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പോകുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? ഇല്ലേ? ഇത് ഉടുത്ത് നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിൻ്റെ അതുവഴി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമ്മുടെ വീടിൻ്റെ അതുവഴി, അല്ലെങ്കിൽ നമ്മുടെ കരയോഗത്തിൻ്റെ അതുവഴി, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ അതുവഴി, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം പള്ളിയുടെ അതുവഴിയൊക്കെ ഇങ്ങനെ പോകുമ്പം ആ വഴിയിലിരുന്നവരൊക്കെ നമ്മളെ പണ്ട് നോക്കിയവരുടെയൊക്കെ മുന്നിൽ കൂടി ഇങ്ങനെ ഈ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് പോകുന്ന ആ ഒരു ചിന്ത ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആരെങ്കിലും ചിന്തിച്ചോ? താങ്ക് യു സാർ ഫോർ യുവർ ഹാർഡ് വർക്ക്. താങ്ക് യു ജൂബി മോൾ. കേട്ടോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കറക്റ്റ് അല്ലേ? നാളെ ഞാൻ പർച്ചേസിന് പോകാൻ വീണ്ടും കേട്ടോ. ഞാൻ കാഞ്ചിക്കോട്ടൻ്റെ കുറഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. കാഞ്ചിക്കോട്ടൻ നമുക്ക് എത്തിയിട്ടില്ല. കാഞ്ചിക്കോട്ടൻ്റെ കുറഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. യുവർ കറക്റ്റ് അല്ലേ? അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുക. ഹൗ ലേറ്റ് ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട് സിനു 2281. അപ്പം ഇതൊക്കെ നമുക്ക് വെബ്സൈറ്റ്, പിന്നെ അതുപോലെ ഇതാ വേറൊരു അടിപൊളി സെറ്റ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ പോലീസ് സാധനം. ഇതൊക്കെ ഇവിടുത്തെ നമ്മൾ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അനുഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അമ്മമാർക്ക് എന്തെങ്കിലും വരാം. ഇന്ന് നമ്മൾ കടയിലൊരു മാം വന്ന് ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു, ഭയങ്കര തന്നെ കാർ ഓടിച്ച് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും നിങ്ങളെ കല്യാണം ആലോചിക്കും. ഇപ്പോൾ ബിജിമോൾ അങ്ങനെ, ബിജിമോൾ അങ്ങാടിക്ക് കൂടെ പോകുമ്പോൾ അവളെ കല്യാണം ആലോചിച്ച് 2-3 പേരുണ്ട്. അപ്പോൾ അതുവഴി പോകുമ്പോൾ ബിജിമോൾ പറയും എൻ്റെ വീട്ടിലെ ചെറുക്കൻ എനിക്ക് ആലോചിച്ചാന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഇതിനകത്ത് ആരെങ്കിലും സത്യം പറയണം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കല്യാണം ആലോചിച്ച് കാണത്തില്ലേ? പക്ഷേ അത് കല്യാണം നടന്നൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരുങ്ങി പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം കാണത്തില്ല. ശരിയല്ലേ? എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. എന്നെ അവഗണിച്ച പലരും ഉണ്ട്, എന്നെ അവഗണിച്ചുള്ള. അപ്പം നമുക്ക് അങ്ങനെയാണ്, നമ്മളെ അവഗണിച്ചല്ലേ, നമ്മളെ പരിഗണിക്കാത്ത സ്ഥലത്തൂടെ നമ്മൾ നന്നായിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ? I am from Germany. I cannot right now purchasing, but I am coming my vacation. Is it available? Malcotton sir. Yes ma'am. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സത്യമല്ലേ? ആരെങ്കിലും പറഞ്ഞോ? റൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് നല്ലതായിട്ട് നടക്കണം. ഞാൻ പറയാം, വേറൊരു അനുഭവം ഉണ്ട് എൻ്റെ. ചിലപ്പോൾ ആളിനെ മനസ്സിലാകുന്നതല്ല. ഞാൻ പഠിച്ചൊരു സ്ഥലത്ത്, അപ്പോൾ ഞാൻ സ്റ്റാഫായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല. സത്യം പറയാം, ഞാൻ ആ സമയത്ത് എനിക്ക് രാത്രിയിലും ജോലി ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് രാത്രിയിലും ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക ക്ലാസ്സിനും രാവിലെ 7:30 ക്ലാസ്. അപ്പോൾ എനിക്ക് രാത്രിയിൽ എൻ്റെ ഓണറുടെ അവിടെ ജോലി ചെയ്യാൻ പോകണം. അപ്പോൾ വെളുപ്പിന് 5 മണി വരെയൊക്കെ ജോലി കാണും. പിന്നെ വന്നിട്ട് മിക്കവാറും ഞാൻ എല്ലാ ക്ലാസ്സിലും താമസിച്ചായിരിക്കും ചെല്ലുന്നത്. 7:30 ക്ലാസ് തുടങ്ങി ഞാൻ മിക്കവാറും 8 മണിക്കൊക്കെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പം ആ സാർ എന്നെ ഒരുപാട് കളിയാക്കും, എന്നെ വഴക്ക് പറയും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കും. പക്ഷേ എനിക്ക് മറ്റു കാര്യമൊന്നും, കാരണം എൻ്റെ ഓണർക്ക് വേണ്ടി ഞാൻ അവധി എടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഓണർക്ക് വേണ്ടി ഞാൻ താമസിച്ചില്ല. എനിക്കതിനകത്ത് യാതൊരു വിഷമമില്ല, കാരണം എൻ്റെ ഉത്തരവാദിത്തമായിരുന്നത്. ഇപ്പോൾ ആ സാറ് അടുത്ത സമയത്ത് ആ സാറിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. എനിക്ക് സാർ എന്നെ ചേർത്തിരുത്തി. അപ്പോൾ എന്താണ്, അപ്പോൾ എനിക്ക് BMW ഒക്കെ ഉണ്ട്. അപ്പം സാറത് കണ്ടു, കാരണം സാറ് വണ്ടിയോട് ക്രൈസുള്ള ഒരാളാണ്. അപ്പം എനിക്കിരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പം ആ സാറ് നോക്കി, അന്നത്തെ ഏറ്റവും ഉഴപ്പനായ സിനു ആണ് ഇപ്പോൾ ഇത്രയും അടിച്ചു പൊളിച്ച് ദൈവം സഹായിച്ച് നടക്കുന്നത്. അപ്പോൾ അതാണ് ചില കാര്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തം കാണിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ അപ്പോൾ ആ സാറിൻ്റെ മുന്നിൽ എനിക്ക് പോയിരുന്ന എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഷോപ്പുകളുടെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ സമയത്ത് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ, ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടൂറ് പോകണമെന്ന് പറയണമെന്ന്, അവിടെ ടൂർ ഒന്നുമില്ല, പ്രൈവറ്റ് സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ ടൂറില്ലാത്തതുകൊണ്ട് ടൂറ് പോകണമെന്ന്, അപ്പോൾ ആർക്കും ധൈര്യമില്ല പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ടൂറ് പോകണമെന്ന് പറഞ്ഞു. അവിടെ ഇരിയടാ, നീ ക്ലാസ്സിന് വരത്തില്ല, നിനക്ക് ടൂറ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരൊറ്റ എന്നെ അവിടെ ഇരുത്തി നാണം കെടുത്തി, എല്ലാവരെയും മുന്നിൽ വെച്ച്. ഒരു സ്ഥിരം എന്നെ നാണം കെടുത്തി. എനിക്ക് മിക്കവാറും താമസിച്ചിരുന്നുണ്ട്, ബസ് കിട്ടാത്ത പറഞ്ഞാൽ നമ്മൾ താമസിച്ചിരുന്ന രാത്രി ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മളെ ഒരുപാട് കളിയാക്കുന്നൊരു സ്ഥാപനമായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഓരോ കുട്ടികൾ എൻ്റെ ഷോപ്പിൽ അന്ന് എൻ്റെ കൂടെ പഠിച്ചവർ വരുമ്പോഴും എനിക്കിപ്പം അവരുടെ മുന്നിൽ ഭയങ്കര അഭിമാനമാണ്. കാരണം അന്ന് നമ്മളെ ഒരുപാട് കളിയാക്കി. ഏറ്റവും കൂടുതൽ ക്ലാസ് ചെല്ലാത്തതിന് ഫൈൻ ഇട്ട ഞാൻ. 5 രൂപയായിരുന്നു ഫൈനെന്ന്. ഫസ്റ്റ് ഫൈൻ എൻ്റെ ആയിരുന്നു. പറക്കോട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഫൈൻ വാങ്ങിക്കുന്നത്. അടുത്ത സമയത്ത് അവളെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അവൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫൈൻ വാങ്ങിച്ചിട്ട് സാറിന് കൊടുക്കുന്ന ആ കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയൊക്കെ കണ്ട് നമ്മൾ ഇത്രയും നല്ല നിലയിലായി ദൈവം സഹായിച്ച് അടൂരെ കടയിൽ ആ കുട്ടി പർച്ചേസിന് വന്നു. അപ്പോൾ അതൊക്കെയാണ് മധുരപ്രതികാരം എന്ന് പറയുന്നത്, അല്ലേ? സത്യമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഗ്രീൻ വെരി ഗുഡ്, താങ്ക് യു സാർ.
ഹൈസിന് ചേട്ടാ സൂപ്പർ സാരീസ് കണ്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ, അപ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങിപ്പോണ്ടി, നിങ്ങളെ താഴ്ത്തി കെട്ടിയ, നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത, നിങ്ങളെ എന്താ പറഞ്ഞത്, നിങ്ങളോട് മിണ്ടാത്ത ആൾക്കാരുടെ മുന്നിൽ നല്ല ഭംഗിയായിട്ട് പോകണം. ഒരിക്കലും കരഞ്ഞോ വിഷമിച്ചോ പോരുത്. അഥവാ വിഷമമുണ്ടെങ്കിലും നമ്മൾ പറയും. അവരുടെ മുന്നിലാണ് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോഴല്ലേ, കറക്റ്റാണ്. അവരുടെ മുന്നിൽ നമ്മൾ നന്നായിട്ട് പോകണം. ഒരിക്കലും നമ്മുടെ വിഷമം അവരെ അറിയിക്കരുത്. എനിക്ക് ആ അനുഭവം ഉണ്ട്. ഞാൻ കട തുടങ്ങിയ സമയത്ത് കൈപ്പറ്റുള്ളൊരു കടക്കാരൻ, അല്ല ഓമലൂരുള്ളൊരു കട ഷോപ്പുകാരൻ, ആളെ മനസ്സിലാകുന്ന കുറേ ഷോപ്പുകളുണ്ട്. പുള്ളി ഇതുപോലെ ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോൾ വേറെ ആൾ പരിചയപ്പെടുത്തി, ഈ സിനു ആണ് അവിടെ ഷോപ്പ് തുടങ്ങിയേക്കുന്നത്, പുതിയ ഷോപ്പാണെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് പറയുക, എത്ര നാൾ കാണുമെന്ന് അറിയാം, എപ്പോൾ പൂട്ടിക്കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാര്യം ആ പുള്ളി അത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഹൃദയത്തിൽ ഭയങ്കര വേദനയുണ്ടായി. കാരണം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ ഒരാൾ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുകയാണ്, എപ്പോൾ പൂട്ടിക്കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാരണം അന്നത്തെ കാലം അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ടെക്സ്റ്റൈൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടങ്ങി അവിടെ നമ്മൾ എത്രയും പിടിച്ച് നിന്നപ്പോൾ അവരുടെ മുന്നിൽ, ആ ആളുടെ മുന്നിൽ ഞാൻ ഇടയ്ക്ക് പോകും. അതുവഴി പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടെ കയറും. പക്ഷെ പുള്ളിയുടെ ഒരു വാക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലെ മധുര പ്രതികാരങ്ങൾ നമ്മൾ മാറ്റി വെച്ചേക്കണം. ഈ മധുര പ്രതികാരങ്ങൾ ഒരിക്കലും ആരോടും ദേഷ്യം ഒന്നുമുള്ളതല്ല. ചേട്ടൻ്റെ വർത്തമാനം നല്ല രസമാണ്, യു ആർ വെരി പോസിറ്റീവ്, സാരിയിൽ അല്പം കാര്യം. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇറ്റ്സ് ട്രൂ കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തള്ളിക്കളഞ്ഞ് നമ്മളെ അതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു, വാശിയായിരുന്നു. പഠിക്കുന്ന ആരെങ്കിലും, പക്ഷേ 7, 8, 9, 10 ക്ലാസ് എന്നെ കൊട്ടിക്കുന്ന സ്കൂളിൽ കൊണ്ട് ചേർത്തു, കൈപ്പറ്റൂരിൽ. അവിടെ ബോയ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വാശിയില്ല. എല്ലാവരും പരീക്ഷ ഒരു ദിവസം വന്ന, സാറേ ഇന്ന് പഠിച്ചില്ല, ഞങ്ങളാരും പഠിച്ചില്ല, പരീക്ഷ നാളെ മതി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അതുവരെ 7ാം ക്ലാസ് വരെ ഞാൻ ഭയങ്കര മാർക്ക് വാങ്ങിച്ചു വന്ന ഒരാളാണ്. 95% ഒക്കെ എനിക്ക് എല്ലാത്തിനും 100ൽ 100 ആയിരിക്കും, അല്ലെങ്കിൽ 50, അന്നൊക്കെ 50 കേട്ടോ, 50ൽ 50 ഉണ്ടാവും. പക്ഷേ 8ാം ക്ലാസ്സിൽ കയറിയിട്ട് നമ്മൾ അവിടെ ബോയ്സ് സ്കൂളിൽ, ബോയ്സിനെയും മിക്സഡ് ക്ലാസ്സാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് പെൺപിള്ളേരുടെ മുന്നിൽ ഒരു വാശി ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ കയറി ഞങ്ങളെ ബോയ്സ് മാത്രമുള്ളൊരു ക്ലാസ്സാക്കി മാറ്റി ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ളൊരു സാറിനെ ആക്കി തന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടം അവിടെ ആയിരുന്നു. പഠിച്ചില്ല, കാരണം എല്ലാവരും ഉഴപ്പി, ഞാനും ഉഴപ്പി. ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു. എനിക്ക് എങ്ങനെ പോയാലും ഒരു 550 മാർക്കൊക്കെ 10ാം ക്ലാസ്സിൽ വായിക്കേണ്ടി എനിക്ക് പറയാൻ നാണം കേടുള്ള മാർക്കാണ് വാങ്ങിച്ചത് കേട്ടോ. അത് അത്രയ്ക്ക് കുറഞ്ഞു പോയി. ഫസ്റ്റ് ക്ലാസ് കഷ്ടിച്ച് കിട്ടി. ഭയങ്കര മാർക്ക് വാങ്ങിക്കേണ്ട ഒരു കഴിവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാശി വേണം എല്ലാ കാര്യത്തിലും. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ അവരുടെയൊക്കെ മുന്നിൽ പോകുമ്പോൾ ഈ സെറ്റ് കൊണ്ട് എടുത്തോളം പോകണം, ഇതോ എടുത്തോളം പോകണം കേട്ടോ. അവർ നിങ്ങളെ നോക്കട്ടെ, നിങ്ങൾ നല്ലതായിട്ട് നടക്കുന്നത് അവർക്ക് തോന്നട്ടെ കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ വീട്ടിൽ നമ്മുടെ പിള്ളേർക്ക് ആഹാരം വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമാരെ നോക്കി മാത്രം നിന്നാൽ മതിയോ? എനിക്ക് ഭയങ്കര വിഷമം. പല സ്ത്രീകളും ഒരുപാട് കഴിവുള്ളവരുണ്ട്, വീട്ടിൽ എന്താ പറയണ്ടേ, വീട്ടിൽ. അപ്പം ഇന്നലെ ഒരു ചേച്ചി വന്നു, ഇപ്പം കല്യാണം കഴിക്കുന്നതിന് വരെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. നല്ല വിദ്യാഭ്യാസം ഉള്ളതാ, MSc, അന്നത്തെ കാലത്ത് MSc ഒക്കെ ഉള്ളതാ. അങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങൾക്കും ഇല്ലേ ഇത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ പലർക്കും ആ പ്രാധാന്യം കൊടുക്കാറില്ല. എനിക്ക് നേരെ തിരിച്ചാൽ, ബിജുമോൾ എവിടെ ജോലിക്ക് പോകാനും എനിക്കിഷ്ടമാണ്, എന്ത് വേണേലും അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ എനിക്ക് ഭയങ്കര സപ്പോർട്ട്. അവളോട് ചോദിച്ചാൽ അറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിച്ച ആഴ്ച തന്നെ അവൾ IVF-ന്റെ ഡ്യൂട്ടിക്ക് പോയി. ഹണിമൂൺ സമയത്ത് തന്നെ IVF-ന്റെ ഡ്യൂട്ടിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി തുടങ്ങിയാൽ 10 ദിവസം കണ്ടിന്യൂസ് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ ആവാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. സൂപ്പർ ന്യൂ ഡിസൈൻ, മഴവിൽ കളർ സെറ്റ് കൊണ്ട് കാണിക്കാമോ? ദിസ് ഷോപ്പ് കരിഷ്മ 6 നിയർ MG Road. അപ്പോൾ കുറേ നേരം വാചകം അടിച്ചു. അപ്പോൾ നമ്മൾ ലൈവ് നിർത്തുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വന്നതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞപ്പം ഒരു സന്തോഷത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി പറഞ്ഞതാണ്. അഞ്ജലി ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞു കേട്ടപ്പോൾ കേട്ടോ. അല്ല, മേഘേഷ് അഞ്ജലിയോട് ഒന്നും ചെയ്യേണ്ട, അവർക്ക് ആ പ്രശ്നങ്ങളില്ല. ഈ പലയിടത്തും പറ്റുന്നതെന്തറിയോ, ചില ഹസ്ബൻഡുമാരൊക്കെ പുറത്താവുന്നവർക്കാണ് പറ്റുന്നത് കണ്ടോ. അടുത്ത ഒരു അടിപൊളി സെറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് നിർത്തുന്നു. 623 പേരുണ്ടെങ്കിലും സോ ഹാപ്പി ടു ഹിയർ. താങ്ക് യു ദിസ് ഷോപ്പ്. ഓക്കെ, നമുക്ക് ലൈവ് നിർത്തിയാലോ? പോവാം. എത്രയായി മോനെ സമയം? ടൈം എത്രയായി? പറഞ്ഞ് എൻ്റെ കുഴപ്പമില്ല, സംസാരിച്ചു തുടങ്ങി അങ്ങ് പോവും. വേറെ എവിടെയെങ്കിലും പോകും. ഇവിടെ ക്ലാസ്സിൽ എത്ര മോനെ? 9:56. നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളിവിടെ മീറ്റിംഗ് ഒക്കെ എടുത്ത ഒരെണ്ണത്തേന്ന് ചാടി അടുത്തതേ പോയി അങ്ങ് പോവും. ഞാൻ ആ കാര്യത്തിൽ മാത്രം ഞാനങ്ങ് പോകും കേട്ടോ. സംസാരിച്ച് അങ്ങ് പോവും. അപ്പോൾ എന്തായാലും സോറി ഇത്രയും സംസാരിച്ചതിൽ. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഞാൻ പലപ്പോഴും ചെല്ലുമ്പോഴും നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ദൈവം സഹായിച്ച ഓരോ പുതിയ വണ്ടികളും കൊണ്ട് ചെല്ലുമ്പോൾ, പണ്ട് സൈക്കിൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ വണ്ടികളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടുകാർ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം അന്നേരം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, മധുര പ്രതികാരം എന്നൊക്കെ പറയും. നമ്മളെ കളിയാക്കിയവരുണ്ട്. ആദ്യമായിട്ട് വാങ്ങിച്ച സൈക്കിള് കൊണ്ട് ഒരിടത്ത് പോയപ്പം
ചെറിയ പ്രായത്തിലെ ഓർമ്മയാണ്. എൻ്റെ തന്നെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ച പയ്യൻ പറഞ്ഞു, എടാ തുരുമ്പുള്ള സൈക്കിൾ കൊണ്ട് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. അവൻ്റെ പുതിയ സൈക്കിളാണ്, എൻ്റെ ഒരു പഴയ സൈക്കിളേ ഉള്ളൂ, തുരുമ്പ് പിടിച്ച സൈക്കിളാണ്. തുരുമ്പ് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും എൻ്റെ കൂട്ടുകാരനോട് കളിയാക്കിയത് എൻ്റെ മനസ്സിരിപ്പുണ്ട്. അതുകൊണ്ട് വിറ്റിട്ട് ആ ആഴ്ച തന്നെ ഞാൻ പുതിയ സൈക്കിൾ വാങ്ങിച്ചു. വാശിയായിരുന്നു. മമ്മി എനിക്ക് സപ്പോർട്ട് തന്നു കേട്ടോ. അന്ന് പ്ലാവ് വെട്ടിവിറ്റ, അന്നത്തെ കാലത്ത് ഒരു പ്ലാവ് വെട്ടിവിറ്റാണ് സൈക്കിൾ വാങ്ങിച്ചത്. എന്നാലും അങ്ങനെ നമ്മുടെ മനസ്സിൽ മധുര പ്രതികാരങ്ങൾ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഈസ് നൗ ക്ലോസ്. അപ്പം നാളെ നമ്മൾ എന്താ പറയേണ്ടത്, നാളെ ഞാൻ പർച്ചേസിന് പോവാണ്. കല്യാണി കാഞ്ചിക്കോട്ടൻ വന്നില്ല, ഇതുവരെ എത്തിയിട്ടില്ല. കാഞ്ചിക്കോട്ടൻ കുറേ വരുന്നുണ്ട്. അപ്പം കുറഞ്ഞ റേഞ്ച് നമ്മൾ എത്തിക്കുന്നുണ്ട്. നമ്മളൊരു സാരി ഫെസ്റ്റ് പോലെ കോട്ടൺ സാരിയും മൽക്കോട്ട സാരി എല്ലാം അവിടെ നെക്സ്റ്റ് വീക്ക് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും വരണം. സമയമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് നടത്താൻ സ്റ്റാഫുകൾ കുറവുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ബൈ പറയുന്നു. അഞ്ജലി വന്ന് ബൈ പറഞ്ഞു. അഞ്ജലി, ഐ ഹാവ് ഹേർഡ് അബൌട്ട് യുവർ ഹാർഡ് വർക്ക് ഫ്രം വൺ മാൻ, സോ പർച്ചേസ്ഡ് എ ലോട്ട് ഫ്രം കരിഷ്മ ആസ് ഇറ്റ് ഈസ് ട്രൂ വർത്തി. താങ്ക് യു റജിന മാം, താങ്ക് യു. സന്തോഷം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പറയണം മാം കേട്ടോ. പിന്നെ ഉണ്ട് ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം അയൺ ചെയ്തിട്ട് ടോപ്പ് കൈ ഉരുകിപ്പോയ ഒരാളുണ്ട്, തിരിച്ചു കൊണ്ടുവന്നേക്കുന്നു. അവർ കയ്യിൽ ഇട്ടപ്പോൾ കീറിപ്പോയെന്ന്. നമ്മൾ അങ്ങനെ വന്നാൽ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാമെന്ന്. അങ്ങനെയൊന്നും ദൈവത്തെ ഓർത്ത് ആരും കൊണ്ടുവരില്ല. ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മാന്യത കളയരുത് കേട്ടോ. അയൺ ചെയ്തിട്ട് ഉരുകിയതല്ലെങ്കിൽ പിഞ്ചിപ്പോവും. ഇപ്പോഴത്തെ തുണികൾ അയൺ ചെയ്താൽ പിഞ്ചിപ്പോവും. ആ ടോപ്പും കൊണ്ടൊരു മാം, അത് നല്ല കാശുള്ള വീട്ടിലെ മാമാണ് കൊണ്ടുവന്നിരിക്കുന്നു. അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്ത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ ദേഷ്യപ്പെടുമല്ല, ഞങ്ങൾ തരില്ല. അപ്പോൾ പിന്നെ ഇനി ജീവിതത്തിൽ ഈ കടയിൽ കയറത്തില്ലെന്ന് പറഞ്ഞാൽ മാം പോയേക്കുന്നത്. വരണ്ട. ഞാനും പറഞ്ഞു മാം എന്ത് ചെയ്യാൻ പറ്റും, കാര്യം അയൺ ചെയ്തിട്ട് ഉരുകി, എന്നിട്ട് ആ തുണി നമ്മൾ ആവുന്ന പിടിച്ച് നോക്കി വേറെ എങ്ങും കയറുന്നില്ല. നമുക്ക് കാണുമ്പോൾ അറിയാം, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ചൂട് കൂടി കഴിഞ്ഞാൽ ഇപ്പം ഉരുകത്തില്ല, പിഞ്ചി പോകത്തേ ഉള്ളൂ. വൺ സൈഡ് എന്ന് പറയാം. ഞാനത് മൈക്രോസ്കോപ്പ് വരെ വെച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ടും പുള്ളിക്കാരെ സമ്മതിക്കുന്നില്ല. ഇനി ജീവിതത്തിൽ ഈ കടയിൽ കയറത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദേഷ്യം. അല്ലാതെ നമ്മൾ വളരെ പാവമാണ്. എന്ത് വന്നാലും ഞങ്ങളോട് പറയണം. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെയൊക്കെ അതിൽ ചുരുട്ടി കൂട്ടിക്കൊണ്ട് നമ്മൾ എടുക്കത്തില്ല. അതൊക്കെ നിങ്ങൾ ഓർത്തോളുക കേട്ടോ. അല്ലാതെ നമ്മൾ സപ്പോർട്ടാണ്. എന്തെങ്കിലും പിന്നെ പോരായ്മകൾ, നമ്മൾ മനുഷ്യരാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതാ ചായ ഒന്നുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കട്ടെ അപ്പോൾ കേട്ടോ. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ്. അപ്പം അഞ്ജലി ഇതാ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് അഞ്ജലി ക്ഷണിക്കുകയാണ്. ഇനി എന്തെങ്കിലും പറയണേ, 2 വാക്ക് സംസാരിക്കണേ. 720 പേരുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പിനെ കുറിച്ച് അഡ്രസ്സൊക്കെ ഒന്ന് പറ. മൽക്കോട്ട സാരീസ് കേൾക്കത്തില്ല, അടുത്തിട്ട് തിരിച്ചിടും. മോട്ടിവേഷണൽ സ്പീക്കർ ചെയ്തു ഉണ്ടാകുന്നത് നിങ്ങളുടെ തെറ്റല്ലല്ലോ. അതെ അതാണ്. എന്നിട്ട് ആ ടോപ്പ് ഇടിരിപ്പുണ്ട്. ഒരിക്കലും അതിന് കംപ്ലൈൻറ്റ് വരുന്ന ടോപ്പല്ല. കഴിയാൽ ഞാൻ 1000കണക്കിന് ടോപ്പ് വിറ്റ് ഐറ്റമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ബൈ. അപ്പം അഞ്ജലിയോട് സംസാരിക്കാൻ കൊടുത്തു. അഞ്ജലി മൈക്ക് വാങ്ങിക്കുന്നില്ല. എന്നാൽ എൻ്റെ മൈക്കിൽ നിന്ന് ഹലോ ഐ ഹാവ് അയൺ ചെയ്ത്. അതെ മാം, അത് തിരിച്ചു കൊണ്ടുവന്ന കസ്റ്റമർ. അപ്പം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഞാൻ പറയാം, ആ മാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവദോഷമല്ലേ അങ്ങനെ. മയ്യനാട് വീട്ടിൽ പോകു ഗുഡ് നൈറ്റ്. മഴയാണ് വീട്ടിൽ പോകു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. അതെയോ ഓക്കെ. അഞ്ജലി ഈസ് റെഡി ടു ഗോ. കറക്റ്റാണ് മാം. ബൈ അഞ്ജലി. വാട്സപ്പ് നമ്പർ 8848506597. അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. പിന്നെ ബിസിനസ്സുകാർക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യങ്ങൾ, എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ടെക്സ്റ്റൈൽ ബിസിനസ് അത്ര സിമ്പിൾ അല്ല, പഴയതുപോലല്ല. പൈസയൊക്കെ ഇറക്കുമ്പം വളരെ സൂക്ഷിച്ചിറക്കുക. കാരണം പണ്ട് രക്ഷപ്പെടുന്നവർ ഒരുപാടുണ്ട്, പക്ഷേ അതുകൊണ്ട് കടം കയറി പോകുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഓൺലൈനിലേക്ക് ഇറങ്ങുമ്പം വളരെ സൂക്ഷിച്ച് പഠിച്ച് ചെയ്യുക. കാരണം മറ്റേത് ബിസിനസ്സിനെക്കാട്ടി റിസ്കി ബിസിനസ്സാണ് ടെക്സ്റ്റൈൽ ബിസിനസ്. ഞാൻ ഇന്നലെ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മാലയും വളയൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ എൻ്റെ പഴയ നമ്മൾ പണ്ട് ഹോൾസെയിൽ എടുത്തുകൊണ്ടിരുന്നിടത്താണ്. സത്യം പറഞ്ഞാൽ മാലയും വളയും ഫാൻസി ഐറ്റംസ് ഭയങ്കര സിമ്പിളാണ്. ടോയ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. ടെക്സ്റ്റൈൽ അങ്ങനെയല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓൺലൈനിൽ ഇറങ്ങുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഹോൾസെയിലിനെ കുറിച്ച് അറിയാനാണെന്ന് പറഞ്ഞ് ഇവരെന്നെ നമ്പർ തരും, എന്നെ വിളിക്കാം, പറഞ്ഞു തരാം എവിടെ നിന്നാണ് ഐറ്റം കിട്ടുന്നത്, എങ്ങനെയാണെന്ന്. ഒരിക്കലും ഒരു സ്ഥലത്തുനിന്ന് മാത്രം എടുത്ത ഐറ്റം കിട്ടത്തില്ല. അത് പ്രത്യേകിച്ച് ഓർത്തോളുക. ഇപ്പോൾ തമിഴ്നാട്ടിൽ പലരും എളമ്പള്ളി പോകും. എളമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന സാരി ഒരൊറ്റ മോഡലാണ്. സേലത്ത് ഉണ്ടാക്കുന്ന വേറൊരു മോഡലാണ്. മറ്റേ രാശിപുരത്ത് ഉണ്ടാക്കുന്ന വേറൊരു മോഡലാണ്. ഓരോ സ്ഥലത്തും ഓരോ മോഡലാണ്. ഇതെല്ലാം കൂടെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പം വളരെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവരോട് പറയുക സിനിച്ചേട്ടൻ്റെ നമ്പർ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനിച്ചേട്ടൻ്റെ നമ്പർ തരും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരണം നിങ്ങൾക്കറിയാം 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. താഴെ നിന്ന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എനിക്കറിയാം. പറഞ്ഞു തരാം നിങ്ങൾക്ക്. അല്ലാതെ വെറുതെ നമ്മൾ കൊണ്ടുപോയി പൈസ കളയരുത്. കാരണം പഴയതുപോലല്ല. ആദ്യമൊക്കെ ബിസിനസ് കിട്ടിയിട്ട് തകർന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ട്, രക്ഷപ്പെടുന്നവരുണ്ട് കേട്ടോ. ചെറുതായിട്ട് തുടങ്ങിയിട്ട് രക്ഷപ്പെടുന്നവർ, നമ്മുടെ ഇന്ന് തന്നെ പ്രൊഡക്റ്റ് എടുത്തിട്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്.
പക്ഷേ അത് സൂക്ഷിക്കുക, കെയർ ചെയ്യുക. കാരണം ഞാൻ തന്നെ പണ്ടൊക്കെ വളരെ സിമ്പിളായിരുന്നു, ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. മനസ്സ് ഹൃദയം തുറന്ന് നമ്മൾ പറയില്ലേ, പണ്ട് വളരെ ഫ്രീ ആയിട്ട് പോകും. കാരണം മിനിമം ബിസിനസ് എപ്പോഴും നമുക്ക് നടക്കും. ഇപ്പോഴും അങ്ങനെയല്ല, ഓരോ ദിവസത്തെയും ബിസിനസ് നമ്മൾ കാത്തിരിക്കുക വേഴാമ്പലിനെ പോലെ കേട്ടോ. പഴയതുപോലല്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇത്രയും വില കുറച്ച് കൊടുത്തിട്ടും ഞങ്ങൾ ഭയങ്കര ഒരു ക്രൈസിസിലാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കേട്ടോ. കരിഷ്മ സിൽക്സ്, വേർ ആർ യുവർ ഷോപ്പ് എക്സാക്ട്ലി? നിയർ MG റോഡ് മെട്രോ സ്റ്റേഷൻ എറണാകുളം. നിയർ മെട്രോ സ്റ്റേഷൻ MG റോഡ് നിയർ ചെന്നൈ സിൽക്സ് എറണാകുളം കേട്ടോ. താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ ബിസിനസ് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കുറവാണ്. നമുക്ക് എക്സ്പെൻസ് കൂടുതൽ. ഇപ്പോൾ ഈ ഷോപ്പൊക്കെ ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു മാസം നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1/4 കോടിക്കൊക്കെ മുകളിൽ വരും. 1/4 കോടിയല്ല, അതിനൊക്കെ മുകളിൽ വരും. അപ്പം സെയിൽ നടന്നാലും നടന്നില്ലെങ്കിലും ഈ എക്സ്പെൻസ് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് ഷോപ്പ് എടുത്ത് കഴിഞ്ഞാൽ, അതേസമയം നമ്മൾ ഓൺലൈൻ വീട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ് ഇല്ല. ഇത് സെയിൽ നടന്നാലും നടന്നില്ലെങ്കിലും ഷോപ്പ് എക്സ്പെൻസ് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഷോപ്പൊക്കെ എടുക്കുന്നതിന് മുമ്പ് വളരെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്രയും നേരം നമ്മുടെ കൂടിരുന്ന 1 മണിക്കൂർ എന്ന് പറഞ്ഞ് നമ്മൾ 1.25 മണിക്കൂറല്ല 1.5 മണിക്കൂറായി. ബൈ, സന്തോഷം കേട്ടോ. ഇന്ന് എന്തൊക്കെയോ വേറെ പറഞ്ഞു, ബോറടിച്ചെങ്കിൽ ക്ഷമിക്കാം. നമുക്ക് എപ്പോഴും ഒരുപോലെ പ്രൊഡക്ഷൻ കാണിക്കല്ല, കുറച്ചൊക്കെ നമുക്ക് സംസാരിക്കുകയൊക്കെ വേണമല്ലോ. അത് പ്രത്യേകിച്ച് ഞാനൊരു സംസാരപ്രിയനായിട്ടോ. എനിക്കന്ന് മമ്മിയും ബിജു, ഞാനിപ്പോൾ തിരുവല്ലയിൽ ചെല്ലുമ്പോൾ അന്ന് രാത്രി കിടന്ന് ഭയങ്കര സംസാരമാണ്. കാര്യം ഞാനൊരു ഭയങ്കര സംസാരപ്രിയനാണ്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. എൻ്റെ വീട്ടിൽ ഇവിടെ ആരുമില്ല, നിങ്ങൾക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്. മറ്റേ മമ്മിയോട് ബിജുമോടും മണിക്കൂറുകൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ ആരുമില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ അറിയാതെ അങ്ങ് സംസാരിച്ചു പോകും. ഒന്നും തോന്നരുത് കേട്ടോ. ബൈ.